പരിശുദ്ധമായ ഖുർആനിൽ 9 സ്ഥലങ്ങളിൽ 4 ഭാഗങ്ങളിൽ പരിശുദ്ധമായ മക്കയിൽ വെച്ചു, ബാക്കി 5 സ്ഥലങ്ങൾ മദീനത്തേക്ക് പാലായനം ചെയ്തു പോയതിനു ശേഷവും അള്ളാഹു ശക്തമായ ഭാഷയിൽ നബിതങ്ങളോട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തൽക്കാലം ഉണർത്താൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബിതങ്ങളോട് 9 പ്രാവശ്യം അള്ളാഹു താല എടുത്തെടുത്തു പറഞ്ഞു ഒരു കാര്യം. അതിൽ 4 പരിശുദ്ധമായ മക്കയിൽ വെച്ചാണ്, 5 പരിശുദ്ധമായ മദീനയിൽ വെച്ച്. അള്ളാഹു നമുക്ക് ആ ഒരു വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയമാണ് നന്നാകേണ്ടത്. ശരീരത്തിന് ആരാധനകൾ ധാരാളമുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ ആരാധനകളിൽ ഏറ്റവും കാമ്പായത്, ഏറ്റവും കാതലായത്, ഏറ്റവും മർമ്മമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സർവ്വതും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹിനെ സർവ്വതും ഏൽപ്പിക്കുക. നബിയോട് 9 പ്രാവശ്യം അള്ളാഹു ആവശ്യപ്പെട്ടത് തവക്കുൽ ചെയ്യാനാണ്. എല്ലാ റബ്ബിനെ പരമേൽപ്പിച്ചോളെ, ഏത് കാര്യവും അള്ളാഹുവിനെ പരമേൽപ്പിച്ചോളാൻ 4 പ്രാവശ്യം മക്കത്തും 5 പ്രാവശ്യം മദീനത്തും വെച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ടായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിഷയമാണ് ഞാൻ ആമുഖമായി നിങ്ങളെ ഉണർത്തിയ രാജാവിന്റെ ദിർഹമിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുക. നമ്മൾ എന്തിനു വിഷമിക്കണം? ഏത് വിഷമം വന്നാലും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെന്നൊരു ചിന്തയുണ്ടായാൽ 1 രൂപ നഷ്ടപ്പെട്ട ആ പാവപ്പെട്ടവന് രാജാവിന്റെ കൈവശം ഇനിയുമുണ്ടെന്ന് രാജാവ് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മളെ കൈവിടിയില്ല. അവന്റെ അടുക്കൽ നമുക്ക് തരാൻ സർവ്വതുമുണ്ടെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് എല്ലാം റബ്ബിനെ ഏൽപ്പിക്കാൻ കഴിയും. ആ ഒരു നല്ല വിശേഷണം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലൂടെ അള്ളാഹു ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വകഅയ്യിൻ മിൻ ദാബ്ബ വകഅയ്യിൻ മിൻ ദാബ്ബത്ത് ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ പരമേൽപ്പിക്കണം. ഏത് വിഷയവും അള്ളാഹിനെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മളോട് തവക്കുൽ ചെയ്യാനാ. ഒരു മനുഷ്യന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയമുണ്ടല്ലോ, ഏതൊരു മനുഷ്യന്റെ ഇന്ന് വലത്തേ കൈയുടെ മുട്ടി പോലെയാണ് അവന്റെ ഹൃദയമത്രേ. ഒരു കുഞ്ഞിന്റെ വലത്തേ കൈയുടെ മുട്ടിയുടെ വലിപ്പമാണ് അവന്റെ ഹൃദയത്തിനുള്ളത്. ഒരു പ്രായമുള്ള മനുഷ്യന്റെ വീതിയുള്ള കൈപ്പത്തിയുണ്ടല്ലോ, അതിനൊന്ന് ചുരുട്ടിയാൽ ആ മുട്ടിയുടെ വലിപ്പമാണ് അവന്റെ അള്ളാഹു ഹൃദയം സംവിധാനിച്ചിട്ടുള്ളത്. ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ അകത്തളത്തിലുള്ള ഇബാദത്തുകൾ എത്ര വലുതാണ്. അള്ളാഹനെ ഓർക്കൽ ഒരു ഇബാദത്ത് തന്നെയാണ്, പടച്ചവനെ ഓർക്കൽ ഒരു ഇബാദത്ത് തന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മർമ്മപ്രധാനമായ പരമപ്രധാനമായ കാമ്പായ കാതലായ ഇബാദത്ത് അത് സർവ്വതും അല്ലാഹുവിനെ പരമേൽപ്പിക്കലാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ 13 വർഷക്കാലം കൊണ്ട് അല്ലാഹു തആല 4 പ്രാവശ്യം നബിതങ്ങളോട് പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ അവിടെ നിന്ന് 53-ാമത്തെ വയസ്സിൽ പലായനം ചെയ്ത് മദീനത്ത് പോകുമ്പോ അവിടത്തെ 10 വർഷ കാലയളവിൽ 5 പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബിനോട്, ഓ പ്രവാചകരെ, എല്ലാം എന്നെ ഏൽപ്പിക്കണേ എന്ന് പറയാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് 9 പ്രാവശ്യമാണ് അല്ലാഹു നബിതങ്ങളോട് അവനെ സർവ്വതുമേൽപ്പിക്കാൻ നബിതങ്ങളോട് ആഹ്വാനം നടത്തിയത്. ഇന്നെല്ലാവരും കരുതുന്നത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. എന്നാൽ ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ഇന്ന് ബരമേൽപ്പിക്കുകയാ. അള്ളാഹുവിനെ നമ്മളെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ബരമേൽപ്പിക്കുമ്പോ അള്ളാഹുവേ പട്ടിണിയാണ്, പരിവട്ടമാണ്, എനിക്കും എന്റെ പ്രിയപ്പെട്ട ഭാര്യാമക്കൾക്കും ഇന്ന് സാമ്പത്തികമില്ല അല്ലാ,
സാമ്പത്തികമില്ല, തകർന്ന് തരിപ്പണമാവുകയാ. സാമ്പത്തിക മാന്ദ്യം വരികയാണ്. ഇന്ന് പണത്തിന് വിലയില്ലാത്ത കാലമാണ്. ഒരു ചാക്ക് നിറയെ പണം കൊണ്ട് അങ്ങാടിയിൽ പോയാൽ സഹോദരങ്ങളെ ഒരു ചാക്കിന്റെ കാൽഭാഗം പോലെ സാധനവുമായി തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ന് പണത്തിന്റെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നോട്ടിന് മൂല്യമില്ലാത്ത കാലമാണ്. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചോ, ഇങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധിയിലും പ്രാരാബ്ധത്തിലുമാകുമ്പോ അല്ലാഹുവേ, മഴയാണ്, പണിയില്ല, പണിയുണ്ടെങ്കിൽ തന്നെ ആരുടെ കയ്യില് കാശില്ല, വല്ലാത്ത അവസ്ഥയാണല്ലോ. എന്റെ മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് അന്നം കൊടുക്കുക എന്ന ചിന്തയോടെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഇത് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടിയല്ല, എന്റെയും നിങ്ങളുടെയും ജോലിയല്ല, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമല്ല. സൂറത്തുൽ അൻകബൂത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, എത്രയെത്ര മൃഗങ്ങളാണ്, എത്രയെത്ര മനുഷ്യരാണ്, എത്രയെത്ര ഇഴജന്തുക്കളാ, എത്രയെത്ര ഇഴജന്തുക്കളാണ്, എത്രയെത്ര പക്ഷികളാണ്, എത്ര ജീവജാലങ്ങളാണ്. അവര് ഭക്ഷണവും ചുമന്നുകൊണ്ടല്ല നടക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങള്, 2019 സെപ്റ്റംബർ മാസം 23-ാം തീയതി SKSSF-ന്റെ പരിപാടിക്ക് പ്രസംഗിക്കണമെന്ന് എന്നെ വിളിച്ചു ബുക്ക് ചെയ്യുമ്പോ അന്ന് ഞാൻ കരുതിയില്ല ഇന്നിവിടെ വൈകുന്നേരം ഞാൻ ഭക്ഷണം കൊണ്ടുവരണമെന്ന്. ഇല്ല, അതങ്ങനെ കൊണ്ടുവരുന്നത് ശരിയുമല്ലല്ലോ. ഞാനിവിടെ ഭക്ഷണമാ കൊണ്ടുവന്നില്ല. നാളെ ഞാൻ നേരം വെളുക്കുമ്പോൾ എന്റെ വീട്ടിലാ പോവുക. എന്റെ വീട്ടിൽ രാവിലത്തെ ഭക്ഷണം ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ചിട്ടല്ല വന്നത്. നാളത്തെ ഉച്ചക്കുള്ള ഭക്ഷണം നിങ്ങളാരെ കരുതിയിട്ടല്ല വന്നത്. നമ്മളാരും നമുക്കുള്ള ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നില്ല. നമ്മളാരും നമ്മുടെ ഭക്ഷണം നേരത്തെ കിറ്റ് തയ്യാർ ചെയ്തുകൊണ്ട് നടക്കുന്നില്ല. നമ്മളൊരിക്കലും ഭക്ഷണം നമ്മൾ പാർസൽ ചെയ്ത് കയ്യിൽ കൊണ്ട് കരുതുന്നില്ല. അല്ലാഹു പറയുന്നു, അല്ലാഹു യർസുഖുഹാ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലയാ, ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലയാ, ആ ഇടജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക്, പച്ചക്കരലുള്ള ഏത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത് സർവലോക രക്ഷിതാവായ സർവാധിപതിയായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ റബ്ബുൽ അലീമായ സർവരക്ഷിതാവായ അല്ലാഹ്. എന്നിട്ടല്ല പറയുകയാണ്, ആ ദാബത്തുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ, ആ ഇടജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ. വയ്യാക്കും മുസ്ലിമേ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാ. ഓ മാനവ സമൂഹമേ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാൻ തന്നെയാണ്. അല്ലാഹു ആരാണെന്നറിയോ? ഭക്ഷണമില്ലാത്തവന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ കേൾക്കുന്നതല്ല, ഭക്ഷണമില്ലാത്തവന്റെ ഹൃദയത്തിന്റെ വേദനകളും രോദനങ്ങളും അറിയുന്ന അല്ലാഹ്. ആ പടച്ചവനെല്ലാം അറിയുന്നവരാ, അവനെല്ലാം കേൾക്കുന്നവരാ, അവര് സമീഅാണ്, അലീമാണ്. സഹോദരങ്ങളെ, ആരും ആരുടെയും ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നില്ല. ആർക്കും ആരുടെയും ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു കൊടുത്തിട്ടില്ല. പച്ചക്കറിലുള്ള ഏതൊരു ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നതാരാ? അല്ലാഹു യർസുഖുഹാ, അവനാണ് ഭക്ഷണം കൊടുക്കുന്ന റസാഖെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് മുസ്ലിം പെങ്ങളെ, തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വായിച്ചവരാണ്, കേട്ടവരാണ്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം സദഖ കൊടുക്കാൻ അവർക്ക് മടിയില്ല, അവർക്ക് യാതൊരു വൈമനസ്യവുമില്ല. അവര് കൊടുക്കാൻ തയ്യാറാണ്. എത്ര സ്വത്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. നിങ്ങൾ ചിന്തിക്കണേ സഹോദരങ്ങള്, മുമ്പ് കാലങ്ങളിലുള്ള സലഫ് സാലിഹീങ്ങളും അവർക്ക് മുമ്പുള്ള സഹാബത്തും അവരുടെ പ്രവാചകന കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളെല്ലാം സദഖ കൊടുക്കുന്നതിന്, ദാനധർമ്മം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്തതിന്റെ കാരണം എന്താണ്? അവർക്കറിയാ, കൈ
കൈവശമുള്ള കീശയിലുള്ള തന്റെ സഞ്ചിയിലുള്ള പണം കൊടുത്താ പോലും അല്ലാഹു തന്നെ കൈവെടിയില്ലെന്നറിയാ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, തബൂക്ക് യുദ്ധം നടക്കുമ്പോ സൈന്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുമ്പോ സൈന്യാധിപനായി ഒരാളെ നിയമിച്ചുകൊണ്ട് തബൂക്ക് യുദ്ധത്തിന്റെ സൈനിക സജ്ജീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ തബൂക്ക് യുദ്ധത്തിന് പോകാൻ ആരുടെ കൈവശവും യാതൊരു വാളും പരിചയമില്ല, ആരുടെ കയ്യിലും കുതിരയും ഒട്ടകങ്ങളുമില്ല, ആരുടെ കൈവശം കഴിക്കാൻ പറ്റുന്ന റൊട്ടിയും ആട്ടിറച്ചിയും ഒന്നുമില്ല, കാരക്കയും ഈത്തപ്പഴവും ഒന്നുമില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, ഓ സഹാബാ, നിങ്ങളുടെ കൈവശമുള്ളത് മുഴുവനും മദീനത്ത് കൊണ്ടുവരിക. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരവരവരുടെ വീടിനകത്തുള്ളത് മുഴുവനും എടുത്തു കൊണ്ടുവന്നു എന്ന അവസാന ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൊണ്ടുവന്നു. എല്ലാ സഹാബത്തും കൊണ്ടുവരുമ്പോൾ അവര് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും മാറ്റിവെച്ചിട്ടാ കൊണ്ടുവന്നത്. ഉമർ തങ്ങൾ സ്വത്തിന്റെ പകുതിയും എടുത്ത് പള്ളിയിൽ കൊണ്ടുവരികയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. ചരിത്രം എല്ലാവർക്കും അറിയാ. എത്ര നാൾ മുതൽ കേട്ട ചരിത്രമാ, എത്ര വർഷം കൊണ്ട് കേൾക്കുന്ന ചരിത്രമാണ്. അബൂബക്കർ തങ്ങൾ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അബൂബക്കറേ, നീ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ, എന്റെ ഭവനത്തിലുള്ളത് മുഴുവൻ ഞാൻ കൊണ്ടുവന്നു നബിയേ. വീട്ടിലുള്ള അസ്മ ഇനി എന്ത് കഴിക്കും അബൂബക്കർ, വീട്ടിലുള്ള ആയിഷ എന്ത് കഴിക്കും അബൂബക്കർ, വീട്ടിലുള്ള ഭാര്യ എന്ത് കഴിക്കും അബൂബക്കർ, വീട്ടിലുള്ള സഹാബക്കളായ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എന്ത് കഴിക്കും അബൂബക്കർ. ആ സമയത്ത് അബൂബക്കർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ, എന്റെ വീട്ടില് അല്ലാഹു വ റസൂലുഹു യാ ഹബീബല്ലാഹ്, എന്റെ വീട്ടിൽ എന്റെ അല്ലാഹുവും റസൂലും ഉണ്ട് നബിയേ, എന്റെ അല്ലാഹുവും റസൂലും ഉണ്ട് അബൂ നബിയേ. എന്റെ വീട്ടിനകത്ത് എന്റെ ഹബീബും എന്റെ അല്ലാഹുവും ഉണ്ട്, അത് മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ പിച്ച് പിച്ച് തിന്നാൻ പറ്റുന്നത് കൊണ്ടല്ല, അല്ലാഹുവിനെ പീസ് പീസാക്കിയിട്ട് തിന്നാൻ കിട്ടുന്നത് കൊണ്ടല്ല. അബൂബക്കർ തങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നത് എന്റെ വീട്ടിനകത്തിന് കഴിക്കാനുള്ളത് എന്റെ അല്ലാഹുവും എന്റെ റസൂലുമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ, ബുദ്ധിയുള്ളവരോടാ ഞാൻ സംസാരിക്കുന്നത്, വിവേകശാലികളോടാ സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തെന്നറിയോ, എനിക്ക് കഴിക്കാൻ എന്റെ പടച്ചവൻ തരൂ, എന്റെ മക്കൾക്ക് കഴിക്കാൻ എന്റെ അള്ള തരൂ, എന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ എന്റെ പടച്ചവൻ തരൂ. ആ ഒരു വിഷയത്തിൽ എനിക്ക് ആശങ്കയില്ല, എനിക്ക് ആ വിഷയത്തിൽ ഒരു സംശയമില്ല, ആ വിഷയത്തിൽ എനിക്കൊരു പേടിയില്ല, എനിക്കൊരു ഭയവുമില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചതെന്തെന്നറിയോ, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹമിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ. അല്ലാഹുവാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ആരും ഭക്ഷണം ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. ലോകത്ത് ഭക്ഷണം ആവശ്യമായ മുഴുവൻ ജീവജാലങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, ആ ഒരു വിഷയത്തിൽ നമുക്കെന്താ ഇത്ര നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്? ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറയും എല്ലാം പടച്ചോനേൽപ്പിച്ച്, അത് അള്ളാന്റെ ഡ്യൂട്ടിയാണ്, അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ അള്ളാഹിനെ ഏൽപ്പിക്കാൻ, അത് പടച്ചോന്റെ ഡ്യൂട്ടിയല്ലേ? മുജാഹിദുകളായ പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് പോരാടി അടരാടി വിജയം വരിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടി വീരമൃത്യു വരിച്ച പ്രിയപ്പെട്ട സഹാബാക്കളുണ്ടല്ലോ, രക്തസാക്ഷികൾ. അവരോടൊരു ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ മുജാഹിദീങ്ങൾ അഥവാ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്നവരുടെ കഥകൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു നമുക്ക് അവരെയൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ? ബദരീങ്ങളെയും ഉഹദീങ്ങളെയും അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകളായ മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കളായ മഹാരഥന്മാരെ സിയാറ ചെയ്യാൻ, അവരെ ഒന്ന് സന്ദർശിക്കാൻ, അവരുടെ മഅരിക്കത്തുകളൊന്ന് കാണാൻ, പോർക്കളങ്ങളൊന്ന് സന്ദർശിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് പോകണ സഹോദരങ്ങളെ, നമ്മുടെ നെഞ്ചറിയാതെ ഒന്ന് പിടച്ചു പോകും.
നമ്മുടെ നെഞ്ചറിയാതെ ഒന്ന് പെടയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് അതൊക്കെ വലിയ ഒരു കാശുത്രിയും കൊടുത്തിട്ട് നമുക്ക് വേണോ? ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേന, അതുപോലെ തന്നെ അല്ലാത്ത എഴുത്തുകാരുടെ കസേര, ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര ടിക്കറ്റ് എടുത്ത് നമ്മൾ പോകും. പക്ഷേ ഉഹുദീങ്ങളുടെയും ബദരീങ്ങളുടെയും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ, അവരുടെയൊക്കെ മൈരിക്കത്തിൽ ചെന്നൊന്ന് സലാം പറയാൻ നമുക്ക് വലിയ വൈമനസ്യമാണ്. അതാരും പോകൂല. അത് ചോദിക്കുന്നത് മരണപ്പെട്ടു പോയില്ല, പിന്നെന്തിനാ പോകുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേനയുടെ മഹത്വം എഴുതുന്നവനോട് ബദരീങ്ങളെ പറ്റി 2 വാക്ക് എഴുതാൻ പറഞ്ഞാൽ അവന് കഴിയില്ല. കാരണം എന്താണ്? അങ്ങനെ ദിവ്യത്വം ഒന്നും കൽപ്പിച്ചുവിടുന്ന അവരുടെയൊക്കെ വെപ്പ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബദരീങ്ങളെയും ഉഹുദീങ്ങളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കണം. അവരൊക്കെ അന്ന് പോരാടിയത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാഹ് നിവർന്നു നിന്ന് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്. അന്ന് ബദരീങ്ങൾ പോരാടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് തൊപ്പി വയ്ക്കാൻ പറ്റുന്നത്. അന്ന് ഉഹുദീങ്ങൾ പോരാടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ വന്നത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അങ്ങനെ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളോട് ചോദിക്കുന്ന ആളുകൾ, നിങ്ങൾ പോയാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ മക്കൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? നിങ്ങൾ യുദ്ധത്തിന് പോയി മരണപ്പെട്ടു പോയാലേ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം എന്താ ചെയ്യാ? അവരുടെ മറുപടി എന്തെന്നറിയോ? അത്രയും വലിയ ഈമാനൊന്നും നമുക്കില്ല. അവരുടെ മറുപടി, അള്ളാഹ് നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യണം, നമുക്ക് ചെയ്തു തരാൻ അള്ളാഹ് പറഞ്ഞത് അവൻ നോക്കിക്കോളും. നമ്മളോട് അള്ളാഹ് പറഞ്ഞത് എന്താണ്? പോയി പോരാടിക്കോളാൻ. നമ്മളോട് അള്ളാഹ് പറയുന്നത് എന്താണ്? പെണ്ണിനെ കെട്ടിക്കാൻ പൈസ കൊടുക്കാൻ. നമ്മളോട് അള്ളാഹ് പറയുന്നത് എന്താണ്? പള്ളി വെക്കാൻ പൈസ കൊടുക്കാൻ. നമ്മളോട് അള്ളാഹ് പറയുന്നത് എന്താണ്? പാവപ്പെട്ടവന്റെ രോഗശമനത്തിന് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യാൻ. അള്ളാന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ ദാരിദ്ര്യത്തിലിടാതെ നമ്മളെ രക്ഷപ്പെടുത്തേണ്ട ഡ്യൂട്ടി അള്ളാന്റേത്. നമ്മളെ ഡ്യൂട്ടി ചെയ്യുമെങ്കിൽ കൃത്യമായി അള്ളാന്റെ ഡ്യൂട്ടി ചെയ്യും. നമുക്കെന്താ പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും സാമ്പത്തികമായ ഉയർച്ചയൊന്നുമില്ല. എന്താ കാരണം? നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കാൻ. നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് നോക്ക്, കൃത്യമായി അള്ളാഹു അവന്റെ ഡ്യൂട്ടി ചെയ്യും. അതാണ് പറഞ്ഞത്, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹു നമുക്ക് ചെയ്തു തരാന്ന് പറയുന്നത് കൃത്യമായിട്ട് അവൻ ചെയ്യും. അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, രസമതല്ല. പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടുന്ന ഒരു സഹാബിവര്യന്റെ, ഒരു ഷഹീദായ ഒരു മനുഷ്യന്റെ ഭാര്യയോട് ആ സന്ദർഭത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യുദ്ധത്തിനു വേണ്ടി രണാങ്കണത്തിലേക്ക് പോവുകയാ പ്രിയ ഭർത്താവ്. ആ സമയത്ത് സ്ത്രീകളുടെ ഒരു സമൂഹം വന്നിട്ട് ചോദിക്കുകയാണ്, ഈ പെണ്ണേ, നിന്റെ ഭർത്താവ് രക്തസാക്ഷിയായാൽ പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനാ ചെലവ് നടക്കുക? എങ്ങനാണ് വീട് ചെലവ് നടക്കുക? നിനക്കും നിന്റെ മക്കൾക്കും പിന്നെ കഴിക്കുന്നത് എങ്ങനെയാണ്? ആ സമയത്താണ് ആ പെണ്ണു പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി അദ്ദേഹം കഴിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കഴിക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പം ഇരുന്ന് കഴിക്കുന്നവന് പോയാലും എനിക്കും എന്റെ ഭർത്താവിനും അന്നം തരുന്ന അന്നദാതാവ് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഭക്ഷണം തരാമെന്ന് അവൻ ഏറ്റ കാര്യമാണ്, അവൻ നമ്മോട് പറഞ്ഞ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തവക്കുലിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങരുത്. ഉറങ്ങിയ കൃത്യമായിട്ട് ഞാൻ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ട് ലയൻ, നിങ്ങളുടെ എത്രാമത്തെ ലൈനിലിരിക്കുന്നു അദ്ദേഹത്തിന് ഒന്ന് വിളിച്ചുണർത്താൻ പറയും. വേണമെങ്കിൽ ഈ ലൈവ് തിരിച്ച് അങ്ങോട്ടൂടെ വെച്ച് തരും, ലോകം മൊത്തം കാണുകയും ചെയ്യും. ഉറങ്ങരുത്. അള്ളാഹു നമുക്ക് ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് പ്രയാസങ്ങളാണ് എല്ലാവർക്കും. കാണുമ്പോൾ ചിരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ചിരിക്കുന്ന ആളുകളുണ്ട്, ഉള്ളിൽ അവർക്ക് ഒരുപാട് വേദനകളാണ്. ഒരാൾ പറഞ്ഞതുപോലെ, മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണില്ല. മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, ഞാൻ കരയുന്നത് വേറെ ആരും കാണില്ല. കാരണം എല്ലാവരുടെയും മനസ്സ് ഇന്ന് വെന്ത് നീറുകയാണ്. നമ്മൾ കയ്യും കെട്ടി അള്ള നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കലല്ല, ഒരിക്കലും അങ്ങനെ ഇരിക്കാനും പാടില്ല. ഒരു ദിവസം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും എന്റെ ഹബീബും കൂടി മദീനത്തുൻ നബവിയിൽ നിൽക്കുമ്പോ
നിരവധി സഹാബാക്കളുള്ള സന്ദർഭത്തിലാണ് ഒരു മനുഷ്യനതാ ഒട്ടകപ്പുറത്ത് വരികയാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് ഒട്ടകപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉന്നത നിലവാരമുള്ളവനെ വരാൻ കഴിയോ? കുതിരപ്പുറത്ത് വരുന്നവനും മിഡിൽ ലെവലിലുള്ളവനാ, നടന്നു വരുന്നവനോ സാധാരണക്കാരനാണ്. ഈ മനുഷ്യൻ ഒട്ടകപ്പുറത്താണ് വന്നത്. കോടീശ്വരനാണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം. ആ ഒരു വേഷപ്രൗഢിയോടെ ആ മനുഷ്യനതാ മദീനത്തുൻ നബവിയുടെ മുമ്പിലെത്തുകയാ. ശബ്ദിച്ചു കേൾക്കണേ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പട്ടണമാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോക്കുമ്പോ ആ മനുഷ്യനതാ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുകയാ. എന്നിട്ട് ആ മനുഷ്യൻ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഒട്ടകത്തെ ഞാൻ ബന്ധിക്കാതെ ഞാൻ തവക്കുൽ ചെയ്യട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോടാണ് ചോദിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു, നബിയേ, ഞാൻ ഈ ഒട്ടകത്തെ അഴിച്ചങ്ങ് വിട്ട് ഈ ഒട്ടകത്തെ ഞാൻ ബന്ധിക്കാതെ ഞാൻ ഈ പള്ളിയിലോട്ട് കയറിയിട്ട് നമസ്കരിക്കട്ടെ നബിയേ. ആ ഒട്ടകത്തെ ഞാൻ എന്റെ അല്ലാഹനെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ തമാശയ്ക്ക് പോലെ പറയുന്ന മറുപടിയാ. പരസ്പരം നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞത്, അല്ലയോ സഹോദരാ, അല്ലാഹനെ തവക്കുൽ ഏൽപ്പിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷമാണ്. ആദ്യം ഈ ഒട്ടകത്തെയാണ് ബന്ധിക്കേണ്ടത്, പിന്നെയാണ് പടച്ചവനെ ഏൽപ്പിക്കേണ്ടത്. അതല്ലാതെ പടച്ചവനെ ഏൽപ്പിച്ചിട്ട് നീ ഒട്ടകത്തെ അഴിച്ചുവിടലില്ല. സഹോദരങ്ങളെ, ഇതിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണമെന്നാണ്. ഇബ്നു അബി ദുനിയ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ടുള്ള ഹദീസിൽ കാണാം. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ കാലശേഷം സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങൾ മദീനയുടെ ഭരണാധികാരിയാകുമ്പോ മദീന പള്ളിയിൽ അതാ നമസ്കാരം കഴിഞ്ഞ് ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു സംഘം ആളുകൾ അവിടെ ഇരിക്കുകയാണ്. അവർ രണ്ട് കരങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടി ദുആ ചെയ്യുകയാ. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ പാടി പുകഴ്ത്താറുണ്ട്. പരിശുദ്ധമായ മദീന പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്, അതുപോലെ ദിവസമാണ്. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഒരു സംഘം ആളുകൾ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭക്ഷണം നൽകണമല്ലാ, ഞങ്ങൾക്ക് റിസ്ക് നൽകണേ അല്ലാ, നിങ്ങൾക്ക് മതിയായ റിസ്ക് തരണം തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്നത് ഇവിടെ വെച്ചാ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തലത്തിലാ. ഏത് ദിവസമാണ്? യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാണ്, സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവായ ജുമുഅ ദിവസത്തിലാണ്. ചോദിച്ചത് നന്മയല്ലേ? ആളുകൾ അങ്ങനെയുള്ളവരെ പറ്റി നല്ലതല്ലേ പറയുള്ളൂ. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ദേഷ്യം വന്നത്രേ. ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുകയാ, ഉമർ റളിയല്ലാഹു അൻഹു വാളങ്ങ് വലിച്ചൂരി, ഉമർ റളിയല്ലാഹു അൻഹു വാളങ്ങ് വലിച്ചൂരി. എന്നിട്ട് ആ മനുഷ്യരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. മദീനത്തുൻ നബവി എന്ന് ഭരണം നടത്തുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളാ. ഇന്ന് ഖുംബത്തുൽ ഖളറാഖിന്റെ അകത്തളത്തിൽ റസൂലുള്ളാഹിന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചാരത്ത് ഒരു ഓരമ്പറ്റയിട്ട് ചാരത്ത് കിടക്കുന്ന സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. കിസ്റയും കൈസറും വറച്ചുപോയ, മുഖൗഖിസ് രാജാവ് വറച്ചുപോയ, ശൈത്താൻ പോലും ഭയം ദൂരത്തേക്ക് മാറിപ്പോകുന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ മനുഷ്യരുടെ മുമ്പിലേക്ക് വാള് വലിച്ചോറിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മെ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് റിസ്ക് ചോദിച്ചിട്ട്, ഭക്ഷണം ചോദിച്ചിട്ട് അലസരായി ഇവിടെ ഇരിക്കാൻ
നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാ ചോദിച്ചത്. ഓടി വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിക്കകത്തിരുന്ന് ദുആ ചെയ്യുന്നവര് പെട്ടെന്ന് തന്നെ വാള് വലിച്ചൂരിയിട്ട് പുറത്താക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടൂല. അല്ലാഹു പറഞ്ഞതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്. ഇതൊരു ജുമുഅ ദിവസത്തിന് അല്ലാഹു തആല ആസ്പദമാക്കി ഇറക്കിയ ആയത്താണെങ്കിലും എല്ലാ വഖത്തുകളെയും നമുക്ക് ചേർത്ത് വായിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാ, പള്ളിയില് ബാങ്ക് വിളി തുടങ്ങിയാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായാൽ അല്ലാഹ് പറയുകയാണ്, നിസ്കാരത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾ തയ്യാറാകണേ. പെട്ടെന്ന് നിങ്ങളുടെ കച്ചവടം നിങ്ങൾ നിർത്തിവെക്കണേ. നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടണേ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലോ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്തുമക്കയിലോ ഞാനും നിങ്ങളെ ചെന്ന് നോക്കുന്ന പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ എത്ര വലിയ തിരക്ക് വന്നാലും നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് കടയടയ്ക്കുകയാ, ഷട്ടറിടുകയാ. പിന്നെ അവിടെ കച്ചവടമില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ബാങ്ക് വിളി കേട്ടാൽ ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ദിക്റിന്റെ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകണമെന്നാണ്. നിങ്ങളുടെ കച്ചവടങ്ങളെല്ലാം നിങ്ങൾ മതിയാക്കി വെക്കണമെന്നാണ്. തൊട്ടുടനെ അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞതെന്നറിയോ? ഇത്ര മാത്രമല്ല നമ്മളോടല്ല പറഞ്ഞത്. അല്ലാഹു പിന്നെ പറയുന്നത്, ഫഇദാ قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. ഇദാ ഖുളിയത്തി സ്വലാത്ത്, നിസ്കാരവും അനുബന്ധമായ കാര്യങ്ങളും കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞ് അനുബന്ധമായ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ കഴിഞ്ഞാൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ പിന്നെ പള്ളിക്കകത്തിരിക്കല്ലേ. നിങ്ങൾ പള്ളിയുമായി പിന്നെ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നാ നിങ്ങളുടെ മക്കളുടെ വയറ് നിറയൂല. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ മാർക്കറ്റുകളിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ടോ അല്ലാഹുവിന്റെ ഫളിൽ നിങ്ങൾ തേടി കണ്ടെത്തുക. സഹോദരങ്ങളെ, ഈ ആയത്ത് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു അവതരിപ്പിച്ചതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓടുക നിങ്ങൾ, ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ ഇരുന്ന് അല്ലാഹുവിനോട് അന്നം ചോദിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അലസരാകുന്നു. ഇല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞല്ലോ, പെട്ടെന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്യണം. മക്കക്കാരായ മുഹാജിറുകൾ മുഴുവനും കച്ചവടക്കാരായിരുന്നു. മദീനക്കാരായ അൻസാരികൾ മുഴുവനും കൃഷിക്കാരായിരുന്നു. അല്ലാത്തൊരാൾ നിങ്ങൾ കണ്ടെത്തി പറ. നിങ്ങൾ പറയും, മുഹാജിറുകളെയും അൻസാരികളെയും നിങ്ങളൊന്ന് പഠിക്കും. ഏതെങ്കിലും ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തു പോയ ആൾ, മക്കക്കാരൻ, അവരിൽ ആരെങ്കിലും ഒരാളെ കച്ചവടം ചെയ്യാത്തവരുണ്ടോ? ഒന്ന് പറയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ലോകത്തുള്ള ആർക്ക് വേണോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. മദീനയിലുള്ള അൻസാരികൾ അവരിൽ ആരെങ്കിലും ഒരാൾ കൃഷിക്കാരനല്ലാത്ത ആളുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തികമായ വരവുള്ള ജോലി അവർക്ക് ഉണ്ടായിരിക്കും. മദീനക്കാര് പൊതുവെ കൃഷിക്കാരാണ്, മക്കക്കാര് പൊതുവെ കച്ചവടക്കാരാണ്. കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ, നമ്മൾ ജോലി എടുക്കണം. അല്ല തരുമെന്നും പറഞ്ഞ് വീട്ടിലിരുന്ന മക്കളുടെ വായും വേറെ നിറയൂല. അവർക്ക് നമ്മളെ കണ്ടെത്തി തന്നെ കൊടുക്കണം. അവർക്ക് നമ്മൾ കണ്ടെത്തി കൊടുക്കണം. പിന്നെ ഇതെവിടാണ് തവക്കുൽ ചെയ്യേണ്ടത്? അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനം ഞാൻ പറയും എങ്ങനെ നമ്മുടെ ഇനിയുള്ള ജീവിതമെന്ന്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് രസകരമാണ്. അള്ളാഹു സൂഫിയാക്കളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ?
അവർക്ക് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കിട്ടും. അള്ളാഹു ഭക്ഷണം എവിടെ നിന്നെങ്കിലും കൊടുക്കും. ഒരു ദിവസം മഹാനായ ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ രാജാവായിരുന്നു, കായംകുളം രാജാവിനെ പോലൊന്നുമല്ല. ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വകാര്യ റൂമിനകത്തെ പട്ടുമെത്തയിൽ ഒരു ദിവസം വേലക്കാരി തൂപ്പുകാരി വിരലൊന്ന് സ്പർശിച്ച് അവൾ അതിന്റെ അടിഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ ആ മെത്തയിൽ തന്റെ കൈവെള്ള ഒന്ന് ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി അവളെ അതിലൊന്ന് ഇരുത്താൻ പ്രേരിപ്പിച്ചു. ഇരുന്ന് ജീവിതത്തിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ടില്ലാത്ത ആ പെണ്ണ് മെല്ലെ ഒന്ന് ചരിഞ്ഞ് കിടന്നു നോക്കി. ആ കിടത്തത്തിൽ തന്നെ അവൾ അറിയാതെ സുഖം കൊണ്ട് ഉറങ്ങിപ്പോയി. വന്നു, ഒരൊറ്റ അടി കബോലത്തിൽ നൽകി, ഒരടി അടിച്ചു. തൂപ്പുകാരി പെണ്ണ് രാജകൊട്ടാരത്തിന്റെ മെത്തയിൽ കയറി കിടക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവൾ നന്നായിട്ട് നിലവിളിച്ചു കരഞ്ഞു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ഇബ്രാഹിമിൻ അദ്ഹം എന്ന രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താടി അടി കൊണ്ടിട്ട് ചിരിക്കുന്നു? അവള് പറഞ്ഞു, അല്ല, അടിയുടെ വേദന കൊണ്ട് ഞാൻ കരഞ്ഞെങ്കിലും പിന്നെ ചിന്തിച്ചു, ഒരു സെക്കൻഡ് ഞാൻ കിടന്നതിന് ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ കിടക്കാൻ, അപ്പൊ എന്ത് വേദനിക്കാൻ ഇനി കിടക്കുന്നു നിങ്ങൾ? അതോർത്ത് ചിരിച്ചതാണ്. അതോടുകൂടി പട്ടുമെത്തയും കളഞ്ഞു, എല്ലാം കളഞ്ഞ് അദ്ദേഹം കാട്ടിലേക്ക് കയറി. ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവ് മുഴുവനും ഒഴിവാക്കിയിട്ട് സൂഫിയായ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ള ആളുകളാവുമല്ലോ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ആരാണ് എന്ന് കൂടുതൽ വിശദീകരിക്കണ്ട, അദ്ദേഹത്തിന്റെ ശിഷ്യനെ പറ്റി പഠിച്ചാൽ മതി. ശിഷ്യന്റെ പേര് ഹാത്തമുൽ അസമ്മ. ശഖീഖുൽ ബൽഖിയുടെ 30 വർഷം പഠിപ്പിച്ചു കൊടുത്ത തന്റെ ശിഷ്യനാണ് മഹാനായ ഹാത്തമുൽ അസമ്മ. ആ കഥയൊക്കെ ഞാൻ ഈ രണ്ടാം കുറ്റിയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, സമയം നമുക്ക് കുറവാണ്. ഈ ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂട്ടുകാരൻ ശഖീഖുൽ ബൽഖി ഒരു ദിവസം വന്നിട്ട് ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അല്ല കൂട്ടുകാരാ, ഞാൻ അന്നം തേടി യാത്ര ആരംഭിക്കാൻ. ഇപ്പൊ ഒന്നും കിട്ടലില്ല, ഭക്ഷണം കിട്ടലില്ല, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഭക്ഷണം തേടി പോവാൻ. നിങ്ങൾക്കറിയോ, അദ്ദേഹം യാത്ര ചെയ്തു. ഈ സംഭവം കേട്ടോളിൻ, രസകരമായൊരു സംഭവമാണ്. അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്ത അദ്ദേഹം നിരന്തരമായി ദിവസങ്ങളോളം യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ക്ഷീണിതനായി ആ മനുഷ്യനെ പെട്ടെന്നൊരു മരുഭൂമിയിൽ ഒരു ചെറിയ ഗുഹ കണ്ടു. 2 പാറകൾ കൂടിച്ചേരുന്നതിന്റെ അടിഭാഗത്ത് തണലാണ്. ആ തണലുള്ള ഭാഗത്തേക്ക് ആ ഇബ്രാഹിം അദ്ഹമിന്റെ കൂട്ടുകാരൻ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഹാത്തമുൽ അസമ്മിന്റെ ഉസ്താദ്, ആ മനുഷ്യനടാ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. ആ പാറക്കെട്ടിനടിയിലേക്ക് കയറിയിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയ ആ ഗുഹയ്ക്കകത്ത് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരാണെന്നല്ലേ സഹോദരങ്ങളെ? ഒരു പ്രായം ചെന്ന ഒരു ചെറിയ പക്ഷി, നല്ല പ്രായമുള്ള പക്ഷിയാണ്. ആ പക്ഷിയുടെ കണ്ണുകൾ അന്ധത ബാധിച്ച് കാഴ്ചയില്ല. മുമ്പിലുള്ളതൊന്ന് കാണാൻ കഴിയാത്ത പ്രായാധിക്യമെന്ന വൃദ്ധയായ അന്ധയായ ആ ഒരു ചെറിയ പക്ഷി. ആ പക്ഷിക്ക് എങ്ങനെയാണ് ഈ മരുഭൂമിയുടെ പാറക്കെട്ടിന്റെ അകത്തളത്തിലെ ഭക്ഷണം കിട്ടുക എന്ന മഹാനായ ശഖീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനകത്ത് ഭക്ഷണം കിട്ടുക? ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അതാ ഒരു കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി പറന്നു വരികയാ. ആ പക്ഷി പറന്നു വന്നു അതിന്റെ ചുണ്ടിനകത്തിരിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അന്ധയായ വൃദ്ധയായ ആ പക്ഷിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ പക്ഷി ആരോഗ്യവതിയായ പക്ഷി പറന്നുയരുകയാ. ഇത് കണ്ടപ്പോ ശഖീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്, പടച്ചറബ്ബേ, അല്ലാഹുവേ, ആരോരുമില്ലാത്ത മരുഭൂമിയുടെ അകത്തളത്തിൽ പടച്ചവനെ പാറക്കെട്ടുകൾ കൊണ്ട് മൂടപ്പെട്ട ചെറിയ ഗുഹയ്ക്കകത്ത് അന്ധയായ വൃദ്ധയായ പക്ഷിക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ അല്ലാഹുവേ,
ഞാൻ എന്തിനാണ് ഇങ്ങനെ അന്നം തേടി യാത്ര ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? അല്ലാഹുവേ, എനിക്ക് തരാൻ നീ മതിയായവനാണ്, എനിക്ക് ഭക്ഷണം തരാൻ നീ മതിയായവനാണ്. അതുകൊണ്ട് ഞാനും മടങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മനസ്സനുവദിച്ചു. അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. പിറ്റന്ന് നേരം വെളുത്തപ്പോൾ ഇബ്രാഹിമിനെ അദ്ദേഹം കണ്ടുമുട്ടുകയാ. ചോദിച്ചു ശഖീഖുൽ ബൽഖിയോട്, എന്തേ നിങ്ങൾ യാത്ര ചെയ്തതല്ലേ, ഭക്ഷണം തേടി യാത്ര എന്തേ പാതി വഴിയിൽ അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങി വന്നതെന്ന് ചോദിച്ചപ്പോ സഹോദരങ്ങളെ, ശഖീഖുൽ ബൽഖി കാര്യങ്ങൾ പറയുകയാ. ആ സമയത്താണ് അക്ഷമഹാനായ ഇബ്രാഹിം റഹിമഹുല്ലാഹ് ശഖീഖുൽ ബൽഖിയുടെ മറുപടി കേട്ടു. ഒരു അമ്പയായ വൃദ്ധയായ ഒരു പക്ഷി അതാ കാടിന്റെ അടുക്കൽ, അതല്ലെങ്കിൽ മരുഭൂമിയുടെ മധ്യത്തില് എല്ലാ സാധ്യതകളും കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യത്തില് ഒരു അമ്പയല്ലാത്ത കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി അതിന്റെ ചുണ്ടിലതാ ഭക്ഷണവുമായിട്ട് കൊണ്ടുവന്ന് ഈ പക്ഷിയുടെ വായിൽ ചുണ്ടിൽ വെച്ചു കൊടുത്തു. അത്രയും കഴിവുള്ള അല്ലാഹ് പടപ്പുകളോട് അത്രയും പടച്ചതമ്പുരാന് കലിവ് കാണിക്കുന്നെങ്കിൽ, അത്രയും അലിവ് കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? ശഖീഖുൽ ബൽഖിയോട് ചോദിക്കുന്നു, ശഖീഖുൽ ബൽഖി, എന്തേ നിങ്ങളാ അന്ധയായ പക്ഷിയെ പോലെ ആയത്? എന്തുകൊണ്ട് ആരോഗ്യമുള്ള പക്ഷിയെ പോലെ നിങ്ങൾക്കായി കൂടാ? ആരെങ്കിലും കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിച്ച്, ആരെങ്കിലും കൊണ്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തിനാണ് നിങ്ങൾ ആ ഒരു അമ്പയായ വൃദ്ധയായ പക്ഷിയെ പോലെ നിങ്ങളാകാ തീരുമാനിച്ചത്? ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള കാഴ്ചശക്തിയുള്ള ആ അമ്പയായ പക്ഷിയെ സഹായിച്ച ചുറുചുറുപ്പുള്ള ആ പക്ഷിയെ പോലെ ആകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വല്ലാത്തൊരു മറുപടിയാ. ശഖീഖുൽ ബൽഖി തീരുമാനമെടുത്തു, ഇല്ല, ഇനി ഞാൻ ചടഞ്ഞിരിക്കൂല, ഇനി ഞാൻ ഇവിടെ ചടഞ്ഞിരിക്കൂല. അന്നം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണേ. അങ്ങനെയാണ് ഇബ്രാഹിം നബി റഹിമഹുല്ലാഹ് ശഖീഖുൽ ബൽഖിയെ മാറ്റിമറിച്ചതെങ്കിൽ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു അന്നം തേടി യാത്ര ചെയ്തുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ഭക്ഷണം തരാമെന്നവനെ ഏറ്റിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ബാധ്യതയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിനകത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നുമോളെ, ആരാ പൊന്നുമോള്? സക്കരിയ നബിയുടെ സഹോദരന്റെ മോൾ ആരാണ്? മിഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയത് ആർക്കാണ്? ഏത് സ്ത്രീക്കാണ്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മധുര 17ന്റെ നിറവിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാകുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവര് കാട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ട് പ്രായം അതിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിന്റെ നടുവിലേക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹ മാറിയ ആ സമയം നിങ്ങൾ ആലോചിക്കണം. മെഹ്റാബിനകത്ത് അല്ലാഹു തആല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. അന്ന് പള്ളിയിലെ ഇമാമും മുദരിസുമായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മറിയം എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോ അന്ന് ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടാത്ത ഏറ്റവും രുചികരമായ വിഭവസമൃദ്ധമായ നല്ല ഫ്രൂട്ട്സ്, നല്ല പഴവർഗ്ഗങ്ങൾ കണ്ടിട്ട് ചോദിച്ചു, അന്നാലകി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി? ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ആ സമയത്ത് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി, ഭൂമിയിൽ നിന്നില്ല. ആരെന്നതാണ്? പടച്ചോൻ തന്നതാണ്. അല്ല എനിക്ക് തന്നതാണ് ഈ മെഹ്റാബിനകത്ത്. ഈ കാലഘട്ടത്തില് ഈ നാട്ടില് കിട്ടാത്ത പഴം പോലും അള്ളാഹു എനിക്ക് ഈ മെഹ്റാബിനകത്ത് തന്നു എന്ന് പറഞ്ഞത് ബീവി മറിയം ബീവി. അള്ളാഹു മഹദിയുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ചിന്തിക്കും. കാട്ടിലേക്ക് പോയി, അവര് ഗർഭവതിയായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടൽ ഈസാ നബിയെ തന്റെ വയറ്റിൽ ചുമക്കാൻ തുടങ്ങി. ആ സമയത്ത് നിറഗർഭിണിയായി. അവര് പറഞ്ഞു, യാ ലൈതനി കുന്തു,
യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അല്ലാഹുവേ, ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ ഞാൻ ആ എല്ലാവരിൽ നിന്നും വിസ്മരിക്കപ്പെട്ടേനെ. ഒന്നും അറിയണ്ടായിരുന്നു പടച്ചോനെ എന്ന് പോലും അവർ മരണത്തെ പോലും കൊതിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ട ആളുകൾ എന്തു പറയും? ആളുകൾക്ക് എന്നും പറഞ്ഞൂടെ? ഒരു പള്ളിയിലെ ഇമാമിനെ മാറ്റി, എന്താ കാര്യം എന്നറിയോ? ഒരു പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിട്ടു, എന്താ കാര്യം? ഇമാം ഒരു വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അദ്ദേഹം എന്നും പിന്നെ ഈ പാകിസ്ഥാനും ഫലസ്തീനും ജോർദാനും ഇസ്രയേലും ഒക്കെ പറയുന്നത് എന്തിനാണ്? ചരിത്രം പറയാം. ചരിത്രമൊക്കെ പറഞ്ഞു, ആളുകളൊക്കെ ബോറടിച്ചു. അവസാനം ജനങ്ങളുടെ അഭിപ്രായം നമസ്കാരവും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും ഉസ്താദെ, ആളുകളെ 10 മിനിറ്റ് കിട്ടിയാൽ ഏറ്റവും ഉപകാരപ്രദമായത് പറഞ്ഞു കൊടുക്കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി നമസ്കാരത്തിന്റെ വിധികൾ പറഞ്ഞ് ഇമാമിന്റെ ഒളു പോയി കഴിഞ്ഞാൽ, ഇമാമിന്റെ ഒളു മുറിഞ്ഞാൽ ഇമാം മെഹ്റാബിൽ നിന്ന് സ്ഥലം വിടണം. പകരം പുറകിൽ നിൽക്കുന്ന ഒരാള് മഅ്മുമീങ്ങളെ കൊണ്ട് ബാക്കി നിസ്കാരം പൂർത്തീകരിക്കണം. അതാണ് എന്റെ മസല. ഇവിടെ ഒരു ഷാഫി അല്ലല്ലോ അല്ലേ? ഇമാമിന്റെ ഒളു മുറിഞ്ഞു പോയാൽ ഇമാമ് അവിടെ നിന്ന് പോകണം. പുറകിൽ നിൽക്കുന്ന ആള് മുന്നിലോട്ട് കയറിയിട്ട് ബാക്കി പൂർത്തീകരിക്കണം. അതാണ് മസല. ഇത് പാവപ്പെട്ടവൻ പറഞ്ഞു. പിറ്റന്ന് പോലെ ചർച്ചയായി. ഇയാള് 7 കൊല്ലമായി ഈ പള്ളിയിൽ വന്ന് ഇതുവരെ ഇയാള് മെഹ്റാബിന്ന് പോയിട്ടില്ല. ഇയാൾക്ക് ഒന്നും മുറിഞ്ഞാലല്ലേ പോകാൻ പറ്റുള്ളൂ. ആളുകളുടെ പരാതി ഇന്ന് വരെ ഇയാൾ നിയമം അനുസരിച്ച് ജീവിക്കാത്തവനാണ്. കാരണം എന്താണ്? ഇയാള് മെഹ്റാബിന്ന് പോയി പകരം പറയുന്ന മോദി സാഹിബിന് ഇമാമത്ത് നിർത്തിയിട്ടില്ല. അതാണ് പരാതി. ആളുകൾക്ക് എന്തും പറയാം. കാരണം എല്ലില്ലാത്തൊരു നാവ്, അല്ലാഹു തആല എല്ല് കൊടുക്കാത്ത 2 അവയവങ്ങളുണ്ട്. ആ 2 അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അത് 2 സൂക്ഷിച്ച് അള്ളാഹ് സ്വർഗം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് 2ഉം വലിയ പ്രശ്നമായതുകൊണ്ട് ഓരോന്നേ അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. അത് 2ഉം സംരക്ഷിക്കപ്പെടാൻ 2 ഭാഗങ്ങളിൽ ഏറ്റവും കനമുള്ള 2 എല്ലുകളും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് 2 ദാടി എല്ലുകളുടെ ഇടയിലുള്ള നാവും 2 തൊടയലിനിടയിലുള്ള അവന്റെ രഹസ്യ അവയവമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് 2 സൂക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആളുകൾക്ക് എന്നും പറയാനല്ലോ, അതിനൊന്നും ഒരു മടിയില്ല. എന്തു വേണോ പറയാം, ആരെ പറ്റി വേണോ പറയാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ആ ഒരു ലോകമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ആ മനുഷ്യൻ ചെയ്തെങ്കിൽ, അവൻ പശ്ചാത്തപിച്ചെങ്കിൽ, അതിന്റെ പേരിൽ പിന്നെ അവൻ ആക്ഷേപിച്ചാൽ, ഈ പറഞ്ഞവൻ ആ തെറ്റ് ചെയ്ത് അവഹേളിതനാകാതെ മരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ചവന്റെ അവസ്ഥ. ഇനി ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞാലോ അത് പിടിച്ചാൽ കിട്ടൂല. ഇപ്പൊ നമുക്ക് നല്ല സുഖമായിരിക്കും. പോസ്റ്റർ അടിക്കാനും ഫേസ്ബുക്കിൽ ഇടാനും വാട്സപ്പിൽ ഇടാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ കമന്റും ലൈക്കും ഷെയറും ഒന്നുമില്ലാത്തൊരു കാലമുണ്ട്. യാതൊന്നും ആരുമില്ലാത്ത എന്റെ ഖബറിൽ ഞാൻ മാത്രമേ കിടക്കൂ, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ മാത്രമേ കിടക്കൂ. അപ്പോഴും നമ്മൾ അനുഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തും വാരി തരുന്ന ഇപ്പൊ മഴദനി ഉസ്താദാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ചർച്ച. എന്താണ് ഒരു അംബിക അല്ലെ? അംബിക എന്ന് പറയുന്ന ഒരു പെണ്ണ്. അവള് അംബിക, ഞാൻ അതിന്റെ പേജിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അംബിക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫേക്ക് ആയിരിക്കാം. അംബിക എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കും, അംബിക എന്ന പേരും കൊടുക്കും. അതിനൊന്നും ആർക്കും, എല്ലാവർക്കും ബുദ്ധി രാക്ഷസന്മാരാണ് ഈ വിഷയത്തിലൊക്കെ. ഈ അംബിക എന്ന് പറയുന്ന ആ പെണ്ണ് എഴുതി, അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് വല്ലാത്ത കഠിനമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പാർട്ടിയും സംഘടനയും ഇസമൊക്കെ നമ്മൾ മാറ്റിവെക്കണം. മനുഷ്യനാണ്. പി ചിദംബരം ഇന്ന് പത്രസമ്മേളനത്തില് അല്ലെങ്കിൽ പത്രസമ്മേളനമല്ല, അദ്ദേഹത്തിന്റെ വാർത്ത പുറത്തുവിട്ടത് തലയിണയും കസേരയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു എന്നാണ്. കസേരയും തലയിണയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യന് കസേരയും തലയിണയും ഉണ്ടെങ്കിൽ പോലും നടുവേദനിക്കുക. ഒരു ഭാഗത്ത് സുഖസൗകര്യങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ, മറ്റൊരു ഭാഗത്ത് സുഖസൗകര്യങ്ങൾ കുറയാനും കൂടിയാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊരു മനുഷ്യന്റെ വെപ്രാളം നമ്മൾ ആലോചിക്കണം. അപ്പൊ അംബിക എഴുതിയിട്ടിരിക്കാൻ, എന്തിനാ ഉസ്താദെ നിങ്ങൾ ദുആരക്കാൻ പറയുന്നത്?
നിങ്ങൾ മരിച്ച ഹോറികളെ കിട്ടൂലേ, മദ്യപ്പുഴ കിട്ടൂലേ? പെട്ടെന്ന് സൂയിച്ചൂടെ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളേ, പിന്നെന്തിനായി ദ്വാരക്കാൻ പറയുന്നത്? നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുന്നത്. അതിന് ഞാനൊരു മറുപടി എന്റെ പേജിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ ആലോചിച്ച് 1000 വട്ടം ചിന്തിച്ചിട്ട് ഒരു കാര്യം പറയൂ. വിവരം കെട്ടവന്റെ വിഡ്ഢിയുടെ ഹൃദയം തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താ. എന്തെങ്കിലും പറയും, പിന്നെ വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കുക വേണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ചിന്തിക്കുക, ബുദ്ധിമാന്മാരാവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആക്ഷേപങ്ങൾ കുറയ്ക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഒരു വിഭാഗം ആക്ഷേപിക്കപ്പെടുകയാണ്. ഒരു വിഭാഗം ആക്ഷേപിച്ച് ഇതെവിടെ നിന്ന് നിനക്ക് ഗർഭം കിട്ടി എന്ന് ചോദിച്ചിട്ട് ആളുകളാൽ അപഹാസ്യാകുമെന്ന ഘട്ടം വന്നപ്പോ ഒളിച്ചിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ പറഞ്ഞുപോയി, പടച്ചവനെ ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിലെന്ന്. ആ സമയത്താണ് അല്ലാഹു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്, എന്തിനാ മറിയമേ, എന്തിനാണ്? ആരെന്ത് ചോദിച്ചാലും ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക. വെള്ളം കുടിക്കണമെങ്കിൽ നീ നിൽക്കുന്നതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട്, ആ മലഞ്ചെരുവില് വെള്ളമുണ്ട് മറിയമേ, അവിടെ ചെന്ന് കോരി കുടിച്ചാലും മറിയമേ. ആ സമയത്ത് അല്ലാഹ് വീണ്ടും പറയുകയാണ്, ഇനി നിനക്ക് വിശന്നാലോ വഹുസിയിലേക്ക് ബിജിദിൻ ഖിലഖി തുസാഖിത് അലൈഹി റുതബന ജനിയാ വഹുസിയിലേക്ക് ബിജിദിൻ ഖിലഖി തുസാഖിത് അലൈഹി റുതബന ജനിയാ. മറിയം ബീവിയോട് അല്ലാഹ് പറയുകയാണ്, ചിന്തിക്കണേ, എങ്ങനെയെങ്കിലും കേട്ടുകൊണ്ട് പോകരുത്. ഒരു ആരവമല്ല നമുക്ക് വേണ്ടത്, ഒരു ശബ്ദ ഗാംഭീര്യമല്ല നമുക്ക് വേണ്ടത്, ഒരു ശബ്ദമുഖരിതമല്ല വേണ്ടത്. സഹോദരങ്ങളെ, പറയുന്നതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും വേണം. അത് നിങ്ങൾക്ക് ഞാൻ സഹോദരങ്ങളെ എന്റെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒന്ന് ഉണർന്നു, ഒന്ന് ശ്രദ്ധയോടെ കേട്ടോ. അല്ലാഹു ഈ മഹതിയായ മറിയം ബീവിയോട് പറഞ്ഞത്, ആ ഈട്ടപ്പനയെ പിടിച്ചൊന്ന് വലിക്കുക. എന്നിട്ടോ ആ ഈത്തപ്പന മരത്തിന്റെ ആ ഈന്തപ്പനയുടെ ശിഖരത്തെ മട്ടലിനെ പിടിച്ചൊന്ന് വലിക്കുക. നല്ല കാരയ്ക്ക, നല്ല ഈത്തപ്പഴം അത് നിങ്ങൾക്ക് തരും മറിയമേ. ഇതാരോടാണ് പറയുന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയോടാണ് അല്ലാഹ് പറയുന്നത്. ഏതല്ലാഹുവാണ് പറയുന്നത്? ഇതിനു തൊട്ടു മുമ്പ് മിഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ലാഹ്, നല്ല വിഭവസമൃദ്ധമായ പഴവർഗ്ഗങ്ങൾ കൊടുത്ത അല്ലാഹ്, ആ കാലഘട്ടത്തില് ആ സമയത്ത് കിട്ടാത്ത, ആ നാട്ടില് കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുത്ത അല്ലാഹ് കാടിന്റെ നടുവില് ഗർഭവതിയായി സങ്കടത്തോടെ ഇരിക്കുന്ന മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലേ? ഉണ്ട്. പക്ഷെ അല്ലാഹ് പറഞ്ഞിരുന്നെന്നറിയോ? മറിയമേ, മെഹ്റാബിനകത്ത് ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, ശരിയാ. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത്, നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്യണമെന്നാണ്. തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തലബി അലം തറ അന്നല്ലാഹ് ഖാല لمريمي وهزي إليك الجذع يساقط الرطب
സഹോദരങ്ങളെ തവക്കുൽ ചെയ്യണം അല്ലാഹുവിനെ. പടച്ചവനെ തവക്കുൽ ചെയ്യണം. എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്? ഫിൽ അംരി കുല്ലിഹി, സർവകാര്യങ്ങളിലും തവക്കുൽ ചെയ്യണം. പക്ഷേ വലാ തർഗബൻ ഫിൽ അജീസി യൗമൻ അനിത്വലബ്, വീട്ടിൽ കയറി മുട്ടും കുട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് എന്റെ പടച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ എനിക്ക് തരുമെന്ന് പറഞ്ഞിരുന്നാൽ ഏതെങ്കിലും ഊബർ സപ്ലൈയുടെ ജോലിക്കാരനല്ല അല്ലാ. സഹോദരങ്ങളെ ചിന്തിക്കണേ, ഒരിക്കലും അല്ലാഹു ഏതെങ്കിലും ഒരു പാർസൽ കൗണ്ടറിൽ നിന്ന് കൊണ്ടുതരുന്നവനല്ല. അല്ലാഹനെ പരമേൽപ്പിച്ചോ, എനിക്ക് എന്റെ പടച്ചോനെ തരുമെന്ന ചിന്ത അത് നമുക്കുണ്ട്. അത് നല്ലതാണ്, അത് അത്യാവശ്യമാണ്, ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഇബാദത്താണ്. പക്ഷേ വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തലബി, നീ ഒരിക്കലും പരിശ്രമിക്കാതിരിക്കരുത്. എന്നിട്ടാണ് അല്ലാഹ് തെളിവ് നടത്തുന്നത്. അലം തറ അന്നല്ലാഹ ഖാല ലി മറിയമി വഹുസി ഇലൈകിൽ ജിദാ യസഖതുർതബു. മറിയം ബീവിയിലേക്ക് നീ ഒന്ന് നോക്ക്. മെഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ലാഹ്, സക്കരിയ നബിയെ പോലും അത്ഭുതപ്പെടുത്തുമാറ് ഭക്ഷണം കൊടുത്ത അല്ലാഹ്, ആ പടച്ചതമ്പുരാൻ കാടിന്റെ മുകളിൽ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അപഹാസിയായി ആക്ഷേപിക്കപ്പെട്ടവളായി, ഒറ്റപ്പെടുത്തപ്പെട്ടവളായി, കുറ്റപ്പെടുത്തപ്പെട്ടവളായി ആ കാട്ടിൽ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അല്ലാഹ് പറയുന്നു, നിനക്ക് കുടിക്കണോ? മലഞ്ചെരുവിൽ പോയി കുടിക്ക്. തിന്നണോ? ഈ തപ്പനെ പിടിച്ച് കുലുക്കിയിട്ട് പെറുക്കിത്തുമ്പോ. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും നീ നിന്റെ ജോലി ഒഴിവാക്കരുത്, നിന്റെ ഡ്യൂട്ടി നീ ഒഴിവാക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കല്ല തരുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കലല്ല, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന വിഷയമാണ്. ഞാൻ 40 മിനിറ്റ് എന്ന് പറഞ്ഞ 40 മിനിറ്റ് അവസാനിച്ചിരിക്കുക. ഞാൻ ആ ഭാഗം അടയ്ക്കാം. വെറുതെ ശാപ്പാടിന്റെ കാര്യം മാത്രം പറഞ്ഞിടാൻ പറ്റൂല. നിങ്ങൾ ചിന്തിക്കും, എന്റെ സഹോദരങ്ങളെ, ഭക്ഷണം അള്ളാഹു നമുക്ക് തരാമെന്ന് നാമ ഏറ്റതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, അത് വേറൊരു വിഷയം. പക്ഷെ ഇന്ന് എല്ലാവരും തവക്കുൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ള തവക്കുൽ ആണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ നമ്മൾ എന്താണ് ഭരമേൽപ്പിക്കണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ നമുക്കറിയുമല്ലോ, റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബിന്റെ മഹാനായ ഇമാമാണ്. നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്, ഹനഫി മദ്ഹബുകാരുണ്ട്, മാലിക്കി മദ്ഹബുകാരുണ്ട്, ഹംബലി മദ്ഹബുകാരുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല വീട്ടിലോ പള്ളിയിലോ ചടഞ്ഞിരുന്നിട്ട് പടച്ചോനെ നീ എനിക്ക് നേരിട്ട് ഭക്ഷണം തരണേ എന്ന് ചോദിക്കുന്നവനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വിവരക്കേട്, അല്ലാതെ എന്ത് പറയാനാണ്? അപ്പൊ ഇവര് ചോദിച്ചു, അല്ല പറഞ്ഞിട്ടില്ലേ, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം അള്ളാനെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ റസഖക്കും കമാ യുർസഖു ത്വയ്റു, പക്ഷികൾക്ക് അല്ലാഹ് ഭക്ഷണം കൊടുക്കും പോലെ തരുമെന്ന്. തഖദു ഹിമാസ, രാവിലെ ഒട്ടിയ വയറും കൊണ്ടുപോകും, തറൂഹു ബിത്താന, നിറഞ്ഞ വയറുമായി വൈകുന്നേരം തിരിച്ചു വരും. ഭരമേൽപ്പിക്കേണ്ട പ്രകാരം ഭരമേൽപ്പിച്ചാൽ അള്ളാഹു ഇങ്ങനെ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? നബിതങ്ങൾ കള്ളം പറയില്ലല്ലോ. ഒട്ടിയ വയറും കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിക്കും തിരിച്ച് വിശന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല, കൂട്ടിൽ വന്നിട്ടില്ല. തറൂഹ ബിത്താന, വയറ് നിറഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. അപ്പോ നിങ്ങൾ ഈ പറയുന്നത് ശരിയാവോ എന്നൊരാൾ ചോദിച്ചു. അഹ്മദ് ബിൻ ഹംബലിന്റെ മറുപടി വളരെ രസകരവും അർത്ഥഗർഭവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടാ മണ്ട, അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിയിരിക്കലല്ല. പക്ഷികൾക്കല്ല ഭക്ഷണം കൊടുക്കും പോലെ ഭക്ഷണം കൊടുക്കും. രാവിലെ ഒട്ടിയ വയറും കൊണ്ട് പോകും, വൈകുന്നേരം നിറഞ്ഞ വയറും തിരിച്ചു വരുന്നു. അത് ശരിയാണ്. പക്ഷെ ആ പക്ഷി കൂട്ടിയിരിക്കുന്നില്ലല്ലോ. തഖദു ഹിമാസ, രാവിലെ ഇറങ്ങി പോവുമല്ലേ. തറൂഹ് ബിത്താൻ, അപ്പോഴല്ലേ നിറഞ്ഞ വയറും കൊണ്ട് മടങ്ങി വരുന്നത്. അതുകൊണ്ട് നീ രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, അള്ളാഹു നിന്നെ നിറഞ്ഞ വയറും നിറഞ്ഞ പോക്കറ്റുമായിട്ട് തിരിച്ചു കയറ്റും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മടിയന്മാരായി അലസന്മാരായി അള്ള തരുമെന്നും പറഞ്ഞിട്ട് ഇരിക്കലല്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്ക് ചെയ്യണം. فإن خير الزاد التقوى.
നിങ്ങൾ യാത്രക്കുള്ള പാതയെ തയ്യാറാക്കണേ, കൊണ്ടുപോകേണ്ട എല്ലാം നിങ്ങൾ തയ്യാറ് ചെയ്യണേ. എന്നാൽ തഖ്വയാണ് ഏറ്റവും വലിയ ഒരുക്കുമുതൽ പാതയമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ കൊണ്ടുപോകേണ്ട നമ്മൾ തന്നെ എടുക്കണം. അല്ലാത്തതൊന്നും സഹോദരങ്ങളെ നമ്മളുടെ ഡ്യൂട്ടിയല്ല. നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കുക. ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ സദസ്സിനോട്, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കട്ടെ. തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹമെത്തിയെന്നിരിക്കട്ടെ. ആ മകളുടെ വിവാഹത്തിന് കയ്യിൽ സ്വർണമൊന്നുമില്ല, ഒരു തരി സ്വർണം പോലുമില്ല. ഇന്ന് സ്വർണത്തിന് 30,000 രൂപയിൽ പുറത്തു വിലയാണ്. പടച്ചവനെ, 5 പവനെങ്കിലും ഇടാതെ ഒരു പെൺകുട്ടി ഇറക്കാൻ കഴിയോ? ഒരു തരി പോലും സ്വർണമില്ലാത്ത എത്ര കുടുംബമാണുള്ളത്? ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട കുടുംബം, അവരുടെ മകളുടെ വിവാഹം വന്നു, പേരക്കുട്ടികളുടെ വിവാഹം വന്നു. ആ പേരക്കുട്ടിക്കാണെങ്കിലോ വാപ്പയില്ല, അഥവാ മകൾക്ക് ഭർത്താവില്ല. അവരാണെങ്കിലോ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കലക്കി കുടിക്കുന്നവരാ. ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പാവപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട പേരക്കിടാവിന്റെ കല്യാണം വന്നു. കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോ പറയുന്നു, ഒന്നുമില്ല. ഒരു പവന് ചിലപ്പോൾ എല്ലാം കൂടി എല്ലാ വീട്ടിലുള്ള സർവ്വ പെണ്ണുങ്ങളുടെ സ്വർണങ്ങളും കൂടി എടുത്തിട്ടാൽ ഒരു പവൻ ചിലപ്പോ വരും. എത്ര പവനാ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്? അത് 5 പവനാണ്. ചിന്തിക്കണേ സഹോദരങ്ങള്, ഇന്നത്തെ വിവാഹങ്ങളിൽ 5 പവൻ എന്ന് പറഞ്ഞാൽ കല്യാണം വലിയ പണക്കാരന്റെ പണക്കൊഴുപ്പിന്റെ കല്യാണ പന്തലിലെ മാമാങ്കത്തിന് ഏതൊരാള് സാക്ഷ്യം വഹിക്കുമ്പോ അവർക്ക് കൃത്യമായിട്ടറിയാ, പണക്കൊഴുപ്പുള്ള കല്യാണങ്ങളിൽ കല്യാണ പെണ്ണിന്റെ വീടിനടുത്തുള്ള അയൽവാസിയായ പെണ്ണ്, ആ പെണ്ണ് കല്യാണ പെണ്ണിന്റെ അടുത്തെങ്ങാനും ഇരുന്നാൽ ആ പെണ്ണിനിട്ട് കൊടുക്കുന്നത് 5 പവനാണ്. മനസ്സിലാക്കണം. എന്താ ബന്ധം? താലികെട്ട് നടന്നപ്പോ പെണ്ണിന്റെ അടുത്തിരുന്നത്, അതാണ് ബന്ധം, വേറെ ബന്ധമില്ല. അതുകൊണ്ട് അവക്ക് 5 പവന്റേത്. ചില കല്യാണത്തിന് പോയാൽ കല്യാണം വിളിച്ച് കല്യാണത്തിന് പോകുന്നവർക്ക് 3000ന്റെ പർദ. സ്ത്രീകളൊക്കെ നോക്കൂ, പടച്ചോനെ, നമ്മളെ വീട്ടിൽ വരുന്ന എല്ലാം ഓണക്ക കോഞ്ഞാട്ട പിടിച്ചതൊക്കെയാണ്. ചെന്ന 50 രൂപ കൊടുത്താൽ അത് തന്നെ അവർക്ക് സ്വർഗം. ചില കല്യാണങ്ങളുണ്ട്, കല്യാണം പ്രത്യേകം തെരഞ്ഞു പിടിച്ചു വിളിക്കും. അങ്ങനെ വിളിക്കുന്ന കല്യാണങ്ങളിൽ പടച്ചോ പോകാതിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെ ആരും ആവിയും പറയില്ല, കാരണം നല്ല വ്യാപാരണമല്ല. പടച്ചോ അങ്ങനെയുള്ള കല്യാണങ്ങളിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള കല്യാണങ്ങളിൽ ആ സ്ഥലത്ത് ചെന്നാൽ എന്തൊരു അദാബ നമുക്ക് ലഭിക്കുക. ആള് നോക്കി വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ വയറ് നിറഞ്ഞവന് ഭക്ഷണം കൊടുക്കുന്ന വല്ലാത്തൊരു ദുരവസ്ഥ. അള്ളാഹ് നമ്മളെ ആ കല്യാണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുന്ന എന്റെ സഹോദരങ്ങളെ, സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ട്, ഒന്നുമില്ലാത്ത ആളുകളുണ്ട്. 5 പവൻ, 1 പവൻ ഇതൊക്കെ ഇട്ട് കെട്ടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികൾ. ഇന്നിപ്പോ നമ്മുടെ ഒരു സംഘാടകരെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അവർക്ക് 10 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന വലിയ ആഗ്രഹമാണ്. അള്ളാഹുവോടെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. 20 വർഷം വിദേശ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ട 60 ലക്ഷം രൂപയുടെ വീട് വെച്ചപ്പോ ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒറ്റ മിനിറ്റ്, 1 വർഷമൊന്നും വേണ്ട, 1 മാസവും വേണ്ട, ഒരാഴ്ചയുമല്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഈ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. അള്ളാഹു നമ്മളെ എല്ലാ അദാബിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞത്? നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. കൃത്യമായി അള്ളാഹു നമ്മളെ സഹായിക്കാനുണ്ടാകും. അള്ളാഹു അവന്റെ സഹായം നാം ഓരോരുത്തർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് വളരെ കാതലായ ഒരു കാര്യം പറയാൻ, നമുക്ക് തവക്കുലുണ്ടായാൽ, ഇത് ഞാൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയം പറഞ്ഞപ്പോ അങ്ങോട്ട് കൂടി പോയെന്നേ ഉള്ളൂ. ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഭക്ഷണത്തിൽ മാത്രമല്ല, മഹാനായ സൂഫി വര്യൻ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കയ്യിൽ ആകെ കരുതുന്നത് 3 കാര്യങ്ങളാണ്. 1 ഒരു സൂചി, 1 ഒരു നൂല്, മറ്റൊന്ന് ഒരു തോൽപാത്രം. ഇതല്ലാതെ വേറൊന്നും. ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കഴിഞ്ഞാൽ മൂപ്പര കയ്യിൽ ആകെ ഉള്ളത് ഒരു സൂചി, ഒരു നൂല്, ഒരു തോൽപാത്രം, വേറൊന്നുമില്ല. ആളുകൾ ചോദിച്ചു,
മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ സൂചിയും നൂലും ഈ തോൽപാത്രവുമായി നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനെടുത്തിരിക്കുന്ന വസ്ത്രം ഒന്നേ ഉള്ളൂ, ആ വസ്ത്രമെങ്ങാനും പാതി വഴിയിൽ കീറിപ്പോയാൽ അടുത്ത നിസ്കാരത്തിന് പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഔറത്ത് മറയണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിയും നൂലും കയ്യിലെപ്പോഴും കരുതാറുണ്ട്. കിടക്കുന്നത് പാറയിലാണ്, കിടക്കുന്നത് പാറപ്പുറത്താണ്. ഉറക്കത്തിൽ തിരിയുകയും മറിയുകയും ചെയ്യുമ്പോ കീറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കീറുമ്പോ തുന്നാൻ വേണ്ടിയിട്ട് സൂചി നൂലും അത്യാവശ്യമാണ്. അത് ഞാൻ എപ്പോഴും കരുതും. തോൽപാത്രം എന്തിനാ? എപ്പോഴാ ഒതു പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒതു പോണ സമയത്ത് വെള്ളം കോരി എടുത്ത് ഒതു ചെയ്യാൻ അതിനുവേണ്ടി ഞാൻ കരുതുന്നതാണ്. എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിട്ട് പോയാ പോരെ? അല്ല, വേണ്ടത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സൂചിയും നൂലും തോൽപാത്രവും ഇല്ലാത്ത മുഴുവൻ സൂഫിയാക്കളെയും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവരൊന്നും നിസ്കരിക്കൂല, ഇവര് നിസ്കരിക്കൂല. പറയും, ഞാൻ ഇപ്പൊ മക്കത്ത് നിസ്കരിച്ചത് അസർ ഇൻഷാ അല്ലാഹ് മദീനത്തായിരിക്കും, പറ്റുമെങ്കിൽ മരുവിന് ബൈത്തുൽ മുഖദ്ദസ് എത്തും. നിൽക്കുന്ന കാര്യങ്ങളെ കുറ്റിത്തരുവില്ല. നിസ്കരിക്കാൻ പറയുമ്പോൾ പറയുന്നതാണ്, എവിടെ നിസ്കരിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കി, നമുക്ക് ആവശ്യമായത് നമ്മൾ ചെയ്യണം. അപ്പൊ അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ ചെയ്തു തന്നാൽ അള്ളാഹു നമുക്ക് ഈ വലിയ അനുഗ്രഹത്തിലൂടെ തരുന്ന സമ്മാനങ്ങളിൽ ഒന്നാമത്തെ സമ്മാനം ഏതെന്നറിയോ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഒരു വിശ്വാസി സകലതും അല്ലാഹുവിനെ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, സർവ്വതും അല്ലാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് സഹോദരങ്ങളെ എന്താണെന്നറിയോ? അവന്റെ മനസ്സിന് സമാധാനമാണ്. ഇനി പറയുന്ന ഗൗരവത്തോടെ കേൾക്കണേ സഹോദരങ്ങളെ, മനസ്സിനകത്ത് അല്ലാഹു സമാധാനം തരണോ? പടച്ചതമ്പുരാന്റെ സമാധാനം നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് വേണോ? ഹൃദയം നീറിപ്പുകയുകയല്ലേ, നീറിപ്പുകയുകയല്ലേ? ആരുടെ ഹൃദയത്തിനകത്താ സമാധാനമുള്ളത്? ഇല്ല. എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സങ്കടങ്ങളുണ്ട്. ഇന്നെല്ലാവരും സുരക്ഷിതരല്ല. മനസ്സിന്റെ അസ്വസ്ഥമായ ചിന്തകൾ അവര് വല്ലാതെ വേട്ടയാടുമ്പോ സഹോദരങ്ങളെ, സ്വസ്ഥത കിട്ടാൻ, സമാധാനം കിട്ടാ അല്ലാഹു നമുക്ക് തന്ന ഒരു ഇബാദത്താണ് പരിശുദ്ധമായ ഹൃദയത്തിന്റെ തവക്കുലം ഇബാദത്ത്. ഇതൊരു കോട്ടകത്ത് നിൽക്കുന്നവനെ പോലെയാണ്. ഒരു കോട്ടയുടെ അകത്തളത്തിൽ നിന്ന് കഴിക്കാനല്ല ഭക്ഷണമുണ്ട്. എതിരിടാൻ വരുന്ന ശത്രുക്കളോട് പോരാടാൻ തന്റെ കയ്യിൽ സർവ്വസന്നാഹങ്ങളുമുണ്ട്. താൻ നിൽക്കുന്നത് ഒരു കോട്ടയ്ക്കകത്താണ്. ആ കോട്ടയിൽ നിന്ന് പുറത്തു നിൽക്കുന്നവരെ കാണാ. പക്ഷേ പുറത്തു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഇവിടെ നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവരുടെ ചലനങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്കല്ല അവരുടെ ചലനങ്ങൾ നമുക്കറിയാം. അവർക്കൊന്നും നമ്മളെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ ഒരു കോട്ടയ്ക്കകത്താണ്. അകത്തുള്ള ഒന്നും പുറത്തു നിന്നാൽ കാണൂല. പുറത്തു നടക്കുന്നതെല്ലാം അകത്ത് നിന്ന് കാണാൻ പറ്റുന്നു. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണോ തിരികെ ചെയ്യാ. ഇവിടെ എത്ര മാസം വേണമെങ്കിൽ കഴിക്കാൻ ഭക്ഷണമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥത എത്ര വലുതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, രണ്ടുപേരെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. രണ്ടുപേരെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആരാണ് ഒന്നെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ നമുക്കറിയുമല്ലോ. ബനൂ ഇസ്രായേലിന്റെ കൈപിടിച്ചുകൊണ്ട് പാതിരാത്രി യാത്ര ആരംഭിച്ചതാണ്. യാത്ര ആരംഭിച്ചു. അവന് നേരെ പോകുന്നത് എവിടേക്കാണ്? മൂസാ നബിയുടെ പിന്നാലെയാ. ശത്രു ആരാ? ഫിർഔനാണ്. എത്രയോ കുതിരപ്പടയാളികളുണ്ട്, എത്രയോ തന്ത്രശാലികളായ കുതിരപ്പടയാളികളുണ്ട്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ഇസ്രായേലി സമൂഹത്തെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ മൂസാ നബി യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്ത് കുറച്ചെത്തുമ്പോൾ അതാ ഓളം വെട്ടുന്ന പർവ്വത സമാനമായ തിരമാലകൾ തട്ടിക്കളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിലെത്തുകയാ. ആ ചെങ്കടലിന്റെ മുമ്പിലെത്തുമ്പോൾ മഹാനായ
മൂസാ നബി പെട്ടെന്ന് നിൽക്കുകയാ. കൂടെ അതാ വിശ്വാസികളും നിന്നു. നോക്കുമ്പോ മുമ്പിലതാ ആർത്തിരമ്പി വരുന്ന തിരമാലയാണ്. ആ സമയത്തല്ലേ മൂസാ നബിയോട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന വിശ്വാസികൾ ചോദിച്ചത്, ഏ മൂസാ, ഞങ്ങൾ എന്തിനാണ് ഇപ്പടി നീ ചെയ്തത്? അൽ അദുവു വറാനാ വൽ ബഹറു അമാമനാ. മുന്നിൽ ആർത്തി വരുന്ന തിരമാലയാണ്, പിന്നിലോ ശത്രുക്കളുടെ കടന്നാക്രമണമാണ്. ഇവിടെ നിങ്ങൾക്ക് രക്ഷയില്ല, എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് വിശ്വാസികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആ സമാധാനത്തിന്റെ വാക്കാൽ, ആ സമാധാനത്തിന്റെ സന്ദേശം തന്റെ സമുദായത്തിന് എത്തിച്ചു കൊടുത്തു. സമാധാനത്തിന്റെ ആ മധു മൂസാ നബിയും പരിവാരങ്ങളും നുകർന്നെടുത്തു. അവർക്ക് നുകരാൻ കഴിഞ്ഞു, പകരാനും കഴിഞ്ഞു. ആ പകർന്നു തന്നത് ഞാൻ നിങ്ങളോട് പറയുകയാ. മൂസാ നബി തിരിഞ്ഞു നിന്നുകൊണ്ട് സമുദായത്തോട് പറഞ്ഞതെന്തെന്നറിയോ? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രക്ഷപ്പെട്ടു വരുന്ന സമൂഹം മുമ്പിൽ ആർത്തിരമ്പി വരുന്ന തിരമാല കണ്ടു, പിന്നിലാണെങ്കിലോ ഫിർഔനെയും സംഘത്തെയും കണ്ടു. പകച്ചു നിൽക്കുമ്പോ മൂസാ നബി അവരോട് പറഞ്ഞത്, കാല ഖല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. ഖാല ഖല്ലാ. മൂസാ നബി പറഞ്ഞു, ഏ മനുഷ്യരെ, നിങ്ങൾ പറയും പോലെയൊന്നുമല്ല, നിങ്ങൾ കരുതുന്നതെല്ലാം നശിച്ചെന്നാണ്. അല്ല, ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ചിന്തിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ. ഇപ്പൊ ഞാനും നിങ്ങളും എന്താണ് അവസ്ഥ? എന്റെയും നിങ്ങളുടെയും പൗരത്വം കാണിക്കേണ്ട ഗതികേടിലാണ്. അതൊരു ആസാമിലാണെന്ന് മാത്രം കരുതണ്ട സഹോദരങ്ങളെ. ഞാനും നിങ്ങളും ഇന്ത്യയിൽ താമസിക്കുമ്പോ നമ്മുടെയൊക്കെ വസ്തു കൈമാറി വന്നതിന്റെ പ്രമാണത്തില് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കുന്നത് കണ്ടുപിടിക്കേണ്ട ഗതികേടാണ്. ഒരു നിമിഷമൊന്ന് ആലോചിക്കടേ. നമ്മൾ ജനിച്ച നമ്മുടെ രാജ്യത്ത്, നമ്മൾ താമസിക്കുന്ന രാജ്യത്ത്, നമ്മൾ ഏതൊരു രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചു, ആ രാജ്യത്തിൽ നാനും നിങ്ങളും ഇവിടത്തെ സ്വദേശികളാണ്, ഇവിടത്തെ രാജ്യസ്നേഹികളാണ്. നമ്മളെന്ന് മറ്റുള്ളവരോട്, അധികാരികളോട്, അധികാരവർഗത്തോട്, അല്ലെങ്കിൽ അവരുടെ പിന്നണികളോട് നമ്മൾ തെളിയിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാ. ആ സമയത്ത് നമുക്ക് മുന്നോട്ടെങ്ങനാ പോകേണ്ടെന്നറിയില്ല. അതുപോലെ ശരീഅത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടു ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിലങ്ങിടാൻ വേണ്ടിയിട്ടൊരു സമുദായം പൊട്ടിപ്പുറപ്പെടുമ്പോ നമ്മൾ എന്താ മുന്നോട്ടിന് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ നമുക്ക് പറയാ, കാലക്കല്ല ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. നമ്മളോടൊപ്പം അല്ലാഹുണ്ട്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ജീവിതത്തിൽ ആ മധു അനുഭവിച്ചറിഞ്ഞത്, ആ സുഖം അനുഭവിച്ചറിഞ്ഞത് മൂസാ നബിയും പരിവാരങ്ങളും മാത്രമാണോ? അല്ല. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കറിയുമല്ലോ സൗർ ഗുഹ. പരിശുദ്ധമായ മദീനത്തേക്ക് പാലായനം ചെയ്തു വരുന്ന നബിതങ്ങളോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ കഴിഞ്ഞയാഴ്ച സഹോദരങ്ങളെ ആ ഗുഹാമുഖത്ത് നമ്മളെത്തി. അല്ലാഹു അതിനുള്ള തൗഫീഖ് തന്നു. അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനകത്ത് കയറിയ പ്രവാചകന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഗുഹയ്ക്കകത്തിരിക്കുന്ന സമയത്താണ് പട്ടാളക്കാര് 100 ഒട്ടകമിനാ പ്രഖ്യാപനം കേട്ട് അത് തനിക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ നബിതങ്ങളെയോ സിദ്ദീഖുകളെയോ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പാറപ്പുറത്ത് നിൽക്കുമ്പോ ആരാണ് തന്റെ പാടമിരിക്കുന്ന ഭാഗത്തേക്കൊന്ന് കുനിഞ്ഞു നോക്കാത്തത്? പക്ഷെ അവരുടെ പെടലിയല്ല കുനിപ്പിച്ചില്ല. അവരെങ്ങാനെ താഴോട്ട് നോക്കിയാൽ നബിയെ നമ്മളെ പിടിക്കപ്പെടൂലേന്ന് അബൂബക്കർ തങ്ങൾ മുത്തു നബിയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്ന് പാമ്പ് കടിയേറ്റ അബൂബക്കറിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുമ്പോ അത് തുടച്ചു മാറ്റിയിട്ട് നബി തങ്ങളുടെ മറുപടി എന്താണ്? ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ.
പേടിക്കേണ്ട അബൂബക്കർ, അള്ളാഹു നമ്മളോടൊപ്പമുണ്ടല്ലോ. എല്ലാം പടച്ചവനെ നമ്മൾ വരമേൽപ്പിച്ചല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുക? ഇവിടെ ആര് കടന്നു വരില്ല. ഇവിടെ എന്റെ റബ്ബിന്റെ സംരക്ഷണ ഭിത്തിയുണ്ട് അബൂബക്കർ. പടച്ചതമ്പുരാന്റെ പട്ടാളം വിന്യസിക്കപ്പെട്ടു പോയി അബൂബക്കർ. അതുകൊണ്ട് പേടിക്കേണ്ട അബൂബക്കർ. ഇന്നല്ലാഹ മഅനാ, പടച്ചവന് നമ്മളോടൊപ്പമുള്ളപ്പോ എന്തിനാണ് നമ്മൾ രണ്ടുപേരുള്ള സ്ഥലത്ത് മൂന്നാമനായി പടച്ചവൻ വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ സംഭാഷണം നടത്തുമ്പോ അബൂബക്കർ തങ്ങളുടെ ഹൃദയത്തിൽ വന്ന ആ ഒരു സുഗന്ധമുണ്ടല്ലോ, ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു മധു ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നെ യാതൊരു ഭയവുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നിർഭയത്വത്തോടെ അതിനകത്ത് കഴിഞ്ഞു. എന്തേ നിർഭയത്വത്തോടെ കഴിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലല്ല കൊടുത്തത്? അത് സമാധാനം തന്നെയാണ്. അത് എന്തിന്റെ പേരിലാണ്? അല്ലാഹനെ ഭരമേൽപ്പിച്ചപ്പോൾ അല്ല കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് ആ ഹൃദയത്തിൽ വന്ന പരിശുദ്ധമായ സുഗന്ധം. അത് സമാധാനത്തിന്റെ സുഗന്ധമാണ്. നമുക്കെന്തിനാ പേടിക്കുക? അള്ളാഹു, അതാണ് ഷാഫി ഇമാം പറഞ്ഞത്, ജീവിക്കുന്നെങ്കിലും മണ്ണ് അല്ല അന്നം ഉറപ്പാണ്. ജീവിക്കുന്നെങ്കിൽ അന്നം ഉറപ്പാ. ഇനി അന്നം കിട്ടാതെ മരിച്ചുപോയാൽ മണ്ണ് ഉറപ്പല്ലേ? ജീവിച്ചാൽ അന്നം, മരിച്ചാൽ മണ്ണ്. ഇത് രണ്ടും ഇല്ലാത്ത ആരുമില്ല അല്ലേ? നമ്മൾ എന്തിനു പേടിക്കുന്ന സഹോദരങ്ങളെ? ഒരു ഭയവും നമുക്ക് വേണ്ട, ഒരു ഭയവും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ഇവിടെ പരിശുദ്ധമായ നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു വയറുവേദന വന്നു, തൊട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നും ടാബ്ലറ്റ് വാങ്ങി കുറഞ്ഞില്ല, അടുത്ത ആശുപത്രിയിൽ പോയി മാറിയില്ല, ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ കണ്ടു മാറിയില്ല, വീട്ടിൽ വന്നിരുന്നിട്ട് പറയും, അള്ളാഹുവേ ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, എന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ നിൽക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന മരുന്നെടുത്ത് കൊടുക്കുന്ന, മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന, ഡെലിവറി ചെയ്യുന്നവന്റെ അത്ര പോലും വില നമ്മൾ അള്ളാഹ് കൊടുക്കുന്നില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അള്ളാഹുവേ എന്റെ മകളുടെ വിവാഹമാണ്, അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ട്, നീ പറഞ്ഞതുപോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഞാൻ ആരിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി ഇറങ്ങാൻ, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിക്കാൻ, നീ ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക്. അങ്ങനെ ഇറങ്ങിയാൽ ഇസ്തംബൂളിലെ പള്ളിയിൽ, തുർക്കിയിലെ ഒരു പള്ളിയിൽ ഒരു ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന 2 വരി കവിതയാണ്. കാണാൻ നമുക്ക് കഴിയട്ടെ സഹോദരങ്ങളെ. തുർക്കിയിലെ ഒരു പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന 2 വരി കവിതയാണ്. ആ കവിത എന്താ? അതിന്റെ അർത്ഥമെന്നറിയോ? മനോഹരമാണ്. في كل نازلة ضليق وخناق موسى وإبراهيم لما أسلما سلما من الإغراق والإحراق. എന്താണ് തുർക്കിയിലെ ഒരു പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ മറക്കല്ലേന്നാ സഹോദരങ്ങള്. എന്നാൽ തുർക്കിയിലെ ഇസ്തംബൂളിലെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് പ്രതിസന്ധി വന്നാലോ, ഏത് പട്ടിണി വന്നാലോ, ഏത് വിഷമം വന്നാലോ, എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതല്ലാഹുവാണ്? മൂസാ വ ഇബ്രാഹീമു ലമ്മാ അസ്ലമാ സലിമാ മിനൽ ഇഗ്റാഖി വൽ ഇഹ്റാഖി. ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്ന് ഫിർഔന് വന്നപ്പോൾ അല്ലാഹുവിനെ സർവ്വതമേൽപ്പിച്ചപ്പോ സലിമാ മിനൽ ഇഗ്റാഖി വൽ ഇഹ്റാഖി
അല്ലാഹു തആല തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി. അതുപോലെ ഫിർഔനിൽ നിന്ന് പിടിപെടുന്നതിൽ നിന്ന് മൂസാ നബിയെ രക്ഷപ്പെടുത്തി. ആ പടച്ചവനെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്, സർവ്വതും അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ച ആ ഒരു കവിതയുടെ പേരല്ലയോ തവക്കുല്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തിലും, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അള്ളാഹുവിനെ സർവ്വതും ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? എവിടെ ഒന്നാമത്തത്? അല്ലാഹ് എന്ത് തരുന്ന? സമാധാനം. മനസ്സിന് സമാധാനം അള്ളാഹു തരും. 2 ഞാൻ പെട്ടെന്ന് നിർത്തിയാണ്. ഇനി എല്ലാം കൂടി 15 മിനിറ്റ്. രണ്ടാമത്തെ കാര്യം, ഇത് വേണ്ടേ നമുക്ക്? സമാധാനം വേണ്ടേ? സമാധാനമാണെങ്കിൽ എന്ത് വേണം? എല്ലാം ഏൽപ്പിച്ചേക്ക്. നമ്മൾ വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ? വിഷമിച്ചാലും നമ്മൾ അനുഭവിക്കണം, വിഷമിച്ചില്ലെങ്കിലും നമ്മൾ അനുഭവിക്കണം, അല്ലേ? അല്ല തീരുമാനിച്ചത് നമുക്ക് വരൂലേ? വരും. അതിലാർക്കും ഒരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ അല്ലാഹ് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ സലിമ മിനൽ ഇഹ്റാഖി വൽ ഇഗ്റാഖി, ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിൽ നിന്നും മൂസാ നബിയെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മളെയും എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അള്ളാഹു ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തവക്കുൽ ഹൃദയത്തിൽ അള്ളാഹു താല രൂഢമൂലമാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2 നല്ല ശക്തി, നല്ല ശക്തി അള്ളാഹു നമുക്ക് തരും. അതിന്റെ തെളിവ് എന്താണ്? ഖുർആനാണ്. വിശാലമായ വിഷയമാണ്. രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് ശക്തി തരും. നമുക്കറിയാം, ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നബിതങ്ങളെ പറ്റി ആക്ഷേപിക്കുന്ന യുദ്ധ കൊതിയൻ എന്നാണ്. യുദ്ധ കൊതിയൻ. നിങ്ങൾ നോക്ക്, മക്കയിൽ നിന്നും മദീനത്ത് നബിതങ്ങൾ വന്നു, അതിനുശേഷമുള്ള തിരിച്ചടി തുടങ്ങിയത് ആണോ അല്ലേ? മക്കയിൽ വെച്ച് തിരിച്ചടിക്കുക അള്ളാന്റെ അനുവാദം കിട്ടിയിട്ടേ ഇല്ല. അടി കിട്ടുമ്പോ കൊണ്ടോണ്ട് പോകാനേ അള്ളാന്റെ കൽപ്പനയുള്ളൂ, തിരിച്ചടിക്കാനേ പറഞ്ഞിട്ടില്ല. മക്കയിൽ വെച്ച് ഒരു യുദ്ധവും നടന്നിട്ടില്ല. ഉണ്ടോ? മദീനത്ത് പോയതിനു ശേഷമാണ് ബദർ ആരംഭിച്ചത്. ഹിജ്റ 1-ാം കൊല്ലം. ഉഹദ് 2-ാം കൊല്ലം. ഉഹദ് ആരംഭിച്ചത് 3-ാം കൊല്ലം. നിങ്ങൾ നോക്ക്, ബദർ മക്കയുടെ അടുത്താണ്, മദീനയുടെ അടുത്താണ്, മക്കയിൽ നിന്ന് ദൂരത്താണ്. ഉഹദ് മദീനയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. അത്രയില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോ പോകാൻ പഞ്ചായത്ത് തോന്നും, ട്രാഫിക് ഉള്ളതുകൊണ്ട്, 1 വേ ആയതുകൊണ്ട്. ഖന്തക്ക് 2-3 കിലോമീറ്റർ. ഇസ്ലാമിൽ നടന്ന സകല യുദ്ധങ്ങളും മദീനയുടെ തൊട്ടടുത്താണ്. അപ്പൊ എന്താ മനസ്സിലായത്? നാട് വിട്ട് ഇവിടെ വന്നിട്ടും അവര് പിന്തുടർന്നപ്പോഴല്ലേ കൊണ്ടോണ്ട് തിരിച്ചു പോയത്. അല്ലാതെ ഇവിടെ വന്നിട്ട് അധികാരം കിട്ടിയപ്പോ അങ്ങോട്ട് പോയി അടിച്ചാണോ? അങ്ങനെയാണെങ്കിലും മക്കയുടെ ചുറ്റുവട്ടത്താകണ്ടേ എല്ലാം? ഇല്ല, ഇതെല്ലാം നടന്ന എവിടെ വെച്ചാ? മദീനയുടെ ചുറ്റുവട്ടത്താ. അപ്പോ ഇങ്ങോട്ട് വന്ന് തല്ലു വാങ്ങിക്കൊണ്ട് പോയതല്ലേ? അങ്ങനെ ഓരോ യുദ്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ അബൂ സുഫിയാൻ ഉഹദിൽ വെച്ച് വെല്ലുവിളിച്ച് അടുത്ത വർഷം ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞു. അടുത്ത വർഷം കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, അഹ്സാബ് യുദ്ധം നടന്നു. നിങ്ങൾ ആലോചിക്കൂ, സന്ധി ചെയ്ത നബിതങ്ങളുമായിട്ട് ഇല്ല, കരാറ് ചെയ്ത കൊച്ചു കൊച്ചു സംഘങ്ങളെല്ലാം കൂടെ കൂട്ടുപിടിച്ച് 12,000-ഓളം വരുന്ന 12,000-ഓളം വരുന്ന സൈന്യം നേരെ വന്നു മദീനയിൽ നബിതങ്ങൾ ആക്രമിക്കാൻ. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാരും ക്ഷീണിതരാണ്, കഴിക്കാനൊന്നുമില്ല. അപ്പോഴാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും ഓരോ മുഴം നിശ്ചയിച്ചു കൊടുത്തു കിടങ്ങ് കുഴിക്കാൻ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തോന്നുന്നു പറഞ്ഞു, ഞങ്ങളുടെ പേർഷ്യക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ശത്രുക്കൾ വരുമ്പോ നേരിടാൻ കഴിയാതെ വന്നാൽ ഞങ്ങൾ കിടങ്ങ് കീറിയിട്ട് അവരെങ്ങോട്ട് വരുത്താതിരിക്കുന്ന ഒരു ശൈലി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ കിടങ്ങ് കീറിക്കൂടെ മക്കളെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ നിശ്ചയിച്ചു തരാം, 1500 സഹാബാക്കളെ ഓരോരുത്തർക്കും ഓരോ മുഴം കൊടുത്തതാ. ഇത്ര മുഴം നീ എന്ത് ചെയ്യണം? ഇത്രയും നീ കൃത്യമായിട്ട് കിടങ്ങ് കുഴിച്ചിരിക്കണം. കിടങ്ങെന്ന് പറഞ്ഞാൽ ഒരു കുതിര ഇവിടെ നിന്ന് ചാടി അപ്പുറത്ത് കടക്കരുത്, ഒരു കുതിര താഴേക്ക് ഇറങ്ങിയ തിരിച്ച് മുകളിലോട്ട് കയറരുത്. അത്രയും ആഴവും നീളത്തിൽ വീതിക്കും കിടങ്ങ് കുത്താൻ പറഞ്ഞു. 2 മുഴം റസൂലുള്ളാഹി എടുത്തു. 2 മുഴം. ഒന്ന് ശ്രദ്ധിച്ചോളി, 1 മുഴം ആർക്ക് കൊടുത്തു? ഓരോരുത്തർക്കും ഓരോ മുഴം വീതിച്ചു കൊടുത്തു. 2 മുഴം ആരെടുത്തു?
അള്ളാഹുവിന്റെ ഹബീബ് എടുത്തു. അങ്ങനെ സഹാബാക്കളും നബിതങ്ങളും ഖന്തക്കിൽ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ സഹോദരങ്ങളെ, കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ കൂടെ വിശുദ്ധമായ ഉംറയ്ക്ക് വന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതേ ഖന്തക്കിന്റെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ആ ചരിത്രം ഞാൻ അവരോട് പറയുമ്പോ പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീറുകൾ ചാലിട്ടൊഴുകുന്നത് ഞാൻ കണ്ടു. ഖന്തക്കിന്റെ കിടങ്ങു കൂറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അവർക്ക് കഴിയുന്നില്ല, കഴിച്ചിട്ട് എത്രയോ നാളായി, പട്ടിണിയാണ്, പരിവട്ടമാണ്. ആ സമയത്ത് ഓരോ മുഴം റസൂലുള്ള വീതിച്ചു കൊടുത്തു. അവർക്ക് കഴിയാതെ വന്നു. ഖന്തക്കിന്റെ കിടങ്ങ് കുത്തി കീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നിട്ട് പറഞ്ഞു, നബിയേ കഴിയുന്നില്ല, ഇനി ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, സത്യപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. നബിയെ നിങ്ങൾ എന്തായി പറയുന്നത്? അവർ ധരിച്ചിരിക്കുന്ന കന്തൂറ, അവർ ധരിച്ചിരിക്കുന്ന ജുബ്ബ, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോ വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ടാണ് അവർ പറഞ്ഞത്, നബിയെ വയറിൽ നിവർന്ന് നിൽക്കാൻ കല്ലും വെച്ചിട്ടാ ഞങ്ങൾ കിടങ്ങ് കുത്തുന്നത്. ആ സമയത്ത് നിബിതങ്ങൾ പെട്ടെന്ന് നിബിതങ്ങളുടെ കന്തൂറ ഉയർത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹാബ, ഒരു കല്ല് നിങ്ങൾ വെച്ച് കെട്ടിയത് എനിക്ക് നന്നായിട്ടറിയാ, അതുകൊണ്ടാണ് ഒരു മുഴം മാത്രം നിങ്ങൾക്ക് തന്നത്. ഞാൻ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് 2 കല്ലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹാബത്തെ 2 മുഴം ഞാൻ ഏറ്റെടുത്തത്. കാരണം ഞാൻ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, അല്പം കൂടി ആരോഗ്യം എനിക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി പ്രിയപ്പെട്ട സഹാബത്ത് 1500ഓളം വരുന്ന സഹാബത്ത് ഖന്തക്കിന്റെ കിടങ്ങു കുത്തുമ്പോ 12,000-ഓളം വരുന്ന 12,000-ഓളം വരുന്ന ആ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങു കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, ആ സംഘങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കണ്ടപ്പോ അവർ പറഞ്ഞതെന്തെന്നറിയോ? ഖാലൂ മാ വഅദനല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹുവും റസൂലും വാഗ്ദാനം ചെയ്തതാണ്. വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹു കള്ളം പറയില്ല, നബി തങ്ങൾ കള്ളം പറയില്ല. എന്നിട്ട് സഹോദരങ്ങളെ, അവർക്ക് എന്താ സംഭവിച്ചത്? 1500 പേരാണ്, പട്ടിണി പേക്കോലങ്ങളാണ്. 12,000-ഓളം വരുന്ന സന്ധി ഉണ്ടാക്കിയ സംഘത്തെ കണ്ടപ്പോൾ, അഹ്സാബിനെ കണ്ടപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, ഖാലൂ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു മാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു ആവർത്തിക്കുകയാ. സൂറത്തുൽ അഹ്സാബിന്റെ 22-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ച് അല്ലാഹു പറയുകയാണ്, മാ വഅദനല്ലാഹു വറസൂലുഹു, ഇതെന്റെ പടച്ചവന്റെ വാഗ്ദത്തമാണ്, ഇതെന്റെ ഹബീബിന്റെ വാഗ്ദത്തമാണ്. എന്താണ് വാഗ്ദാനം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെടൂല. അന്നവര് ചിന്തിച്ചു, 12,000-ഓളം വരുന്ന സൈന്യത്തിന്റെ മുമ്പിൽ 1500 പേര് ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുക? പക്ഷേ റസൂലല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ വാഗ്ദത്തമല്ലേ സഹായിക്കാമെന്നത്. അവരെല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിട്ട് അവര് പറഞ്ഞതെന്തെന്നറിയോ? الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوه وزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അല്ലാഹുവിനെ എല്ലാം അങ്ങ് ഭരമേൽപ്പിക്കുകയാ. 12,000-ഓളം വരുന്ന സൈന്യത്തിന്റെ മുമ്പിൽ 1500 വരുന്ന പട്ടിണി പേക്കോലങ്ങളൊന്നുമല്ലെന്നറിയാ. പക്ഷേ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഒന്നുണ്ടായിരുന്നു, അതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
അല്ലാഹു നമുക്ക് മതിയായവനാ, അല്ലാഹു നമുക്ക് മതിയായവനാ, അല്ലാഹു നമുക്ക് മതിയായവനാ. ആ ഒരു ഉറച്ച ഈമാനിന്റെ ആർജവമുള്ള ഭാഷണമാണ് അവിടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അല്ലാഹു പട്ടിണിയിലായ സഹാബത്തിന് എന്ത് ചെയ്തെന്നറിയോ സഹോദരങ്ങള്? ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന സഹാബിയ. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഓടി വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ജാബിറിന്റെ ഭാര്യയോട് പറഞ്ഞു, പിന്നെ നബിയും സഹാബത്തും പട്ടിണിയാ, മുത്തുനബിയുടെ ശബ്ദം പോലും പുറത്തു വരുന്നില്ല, അതുകൊണ്ട് ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞു, റസൂലുള്ളാഹിനും മാത്രം കൊടുക്കാൻ ഒരു ചെറിയ ആടും കുറച്ച് മാവും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ജാബിർ തങ്ങൾ ഓടി ഖന്തക്കിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരാടും കുറച്ച് ഉറട്ടിക്കുള്ള മാവും ഇരിപ്പുണ്ട്, അങ്ങ് വന്നാലും വേറെ ആരും വിളിക്കല്ലേ, കുറച്ച് ആളുകൾ അടുപ്പക്കാരായ കുറച്ചു പേരെ മാത്രം വിളിച്ചാ മതി. ഇതങ്ങോട്ട് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, ജാബിറിന്റെ വീട്ടിൽ നിങ്ങൾക്ക് പ്രാതൽ റെഡിയാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് കേട്ടിട്ട് പേടിച്ച് ജാബിർ വീട് ഓടി. എന്നിട്ട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, എടി ആകെ പ്രശ്നമായല്ലോ, നബി തങ്ങൾ എല്ലാരെയും വിളിച്ചോണ്ട് വരികയാണ്, നിങ്ങൾ എന്താ മനുഷ്യ ഈ കാണിച്ചത്, നിങ്ങൾ എന്ത് വേല കാണിച്ചത്, ഞാൻ നിങ്ങളുടെ പ്രത്യേകം പറഞ്ഞില്ലേ നബി തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, ആരെയും കൊണ്ടുവരരുത്, ക്ഷമിക്കണം, അങ്ങയ്ക്കും വളരെ തുച്ഛമായ വിരളമായ ആളുകൾക്ക് മാത്രമുള്ളത് റെഡിയാൻ, എല്ലാരും കൊണ്ടുവന്ന് ആർക്കും കിട്ടൂല. ആ സമയത്ത് നിബിതങ്ങൾ പറഞ്ഞു, ഇപ്പോ അവിടത്തെ അവസ്ഥ എന്താ? മാവ് കുഴച്ചോണ്ടിരിക്കുക, കറി അടുപ്പത്തിരിക്കുക, ഇറക്കല്ലേ, അങ്ങനെ ഇരിക്കട്ടെ, എല്ലാരും വന്നോളാൻ പറഞ്ഞു. സഹാബാക്കൾ എല്ലാവരെയും കൂട്ടി 1500 സഹാബാക്കളുമായി നേരെ മദീനത്തിൽ നബവിയുടെ അടുത്തുള്ള ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് നബിതങ്ങൾ തന്റെ റിസാലത്തിന്റെ ഉമിനീര് ആ മാവിലും ഇറച്ചിപ്പാത്രത്തിലും പുരട്ടി. കേട്ടോളിൻ, കേട്ടോളിൻ, കുറച്ച് ഉമിനീരെടുത്തിട്ട് ഇറച്ചിപ്പാത്രത്തിലും ആ മാവിലും പുരട്ടി. എന്നിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കിക്കോളാൻ. അവിടെയുള്ള ജാബിർ തങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയിട്ട് കൈയൊക്കെ കഴിച്ചു കുഴഞ്ഞു. അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഉരട്ടി ഇട്ടോളാൻ പറഞ്ഞു. 10 പേർക്കുള്ള ഉരട്ടി റെഡിയാകുമ്പോ അടുപ്പിലിരിക്കുന്ന കറി നബിതങ്ങൾ കോരിയിട്ട് 10 പേർക്ക് കൊടുത്തു, നിങ്ങൾ കഴിച്ചോളി. അടുത്ത പാത്രം എടുക്കുന്നു, 10 പേർക്കുള്ള റൊട്ടി ഇടുന്നു, നബിതങ്ങൾ കറി ഒഴിക്കുന്നു, കൊടുക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയോ? ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയോ? മദീന അവസാനം വന്ന 1500 സഹാബത്തിന് ഭക്ഷണമായി വയറ് നിറച്ച് കഴിച്ച് നല്ല മാട്ടിറച്ചിയും, നല്ല ആട്ടിറച്ചിയും, മാട്ടിറച്ചിയല്ല, നല്ല ആട്ടിറച്ചിയും മട്ടനും റൊട്ടിയും കഴിച്ചു. നന്നായിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. നോക്കുമ്പോണ്ട് ബാക്കി വീണ്ടും പാത്രത്തിൽ ഇരിക്കുക. എന്ത് ചെയ്യും? മദീനയിലുള്ള എല്ലാ ആളുകൾക്കും കൊടുത്തു. 3 ദിവസം മദീനയില് ഒരു ഉത്സവമായിരുന്നു. എല്ലാരും വന്ന്, എല്ലാരും പിന്നെ അവിടെ ഒരു പബ്ലിസിറ്റി ആയി. അങ്ങനെയാണല്ലോ, റമദാനെങ്ങാനെ തറാവിക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാരും അറിയും കൃത്യമായിട്ട്. ആകെ പള്ളിയിലെ പുറത്ത് ഔട്ടാവുന്ന 2 കാര്യം: ഒന്ന് ഇമാമിന് തെറ്റിയാൽ സൂറത്തോതുന്നത്, അല്ലെങ്കിൽ വെപ്രാളം കൊണ്ട് ഉറക്കാത്ത കുറഞ്ഞോ കൂടിയോ പോയാൽ, മറ്റൊന്ന് രാത്രി ഫുഡ് ഉണ്ടെങ്കിൽ, വേറെ ഒന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു ജാബിറിന്റെ വീട്ടിൽ പിന്നെ ആട്ടിറച്ചിയും റൊട്ടിയുണ്ടെന്ന്. എല്ലാരും വന്ന് കഴിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ, ചിന്തിച്ചു, അല്ല 3 ദിവസത്തെ പഴക്കം ഇല്ലേ, ഇനിയിപ്പോ ഇതിലിരുന്ന ചളിച്ചൊക്കെ പോയാലോ, നശിച്ചു പോയാലോ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ചളിച്ചു പോവാന്ന് പറയും. അത് വടക്കോട്ട് മനസ്സിലാവൂല. എന്താ പോവാ, ചീത്തയായി പോവല്ലേ. ചീത്തയായി പോയാൽ അതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയേക്കാം, പാത്രം ഒന്ന് മാറ്റിയേക്കാം. അങ്ങനെ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കറി മാറ്റി. പിന്നെ ഒരു മനുഷ്യനും കഴിക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ ഈ മഹാന്മാരായ ഇമാമിങ്ങൾ പറയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം മദീനത്ത് ഇപ്പൊ പോകുന്നവർക്ക് നല്ല ഉറട്ടിയും ഇറച്ചിയും കിട്ടിയനെ. ജാബിറിന്റെ ഭാര്യ ആ പാത്രം ചേഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ അള്ളാഹു സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് കിടങ്ങ് കുത്തി ഒറ്റ ഒരുത്തന് അവിടെ വന്നിട്ട് സിംഹക്കൂട്ടി നിന്നിട്ട് സിംഹത്തിനെ കാണുന്നത് പോലെ ദൂരെ വന്ന് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അവസാനം ഫൻഖലബു ബിനിഅമത്തി മിനല്ലാഹി വഫളൽ, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഈ അഹ്സാബ് യുദ്ധത്തിൽ ഞാൻ ഈ ഓതിയ ആയത്ത് പിന്നെ ബദർ സുഗ്റ എന്ന് പറയുന്ന വേറൊരു യുദ്ധത്തിന്റെ ആയത്താണ്, അതൊന്ന് മാറിപ്പോയതാ. ഞാൻ പറയുന്നു, അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധത്തിൽ അവർക്ക് ആവശ്യമായ സർവ്വ അനുഗ്രഹങ്ങളും
അള്ളാഹു കൊടുത്തു. അവർ തോറ്റു തുന്നം പാടി അള്ളാഹു വിജയം കൊടുത്ത ആ ശക്തി തവക്കുലിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മൂന്നാമത്തേത് അള്ളാഹു പ്രതാപം നമുക്ക് തരും. അവനെ പരമേൽപ്പിച്ചാൽ ഇസ്സത്ത് അല്ലാഹ് തരും. ഒരു വലിയ മഹാൻ, അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്തുവാണോ ചോദിച്ചോ തന്നേക്കാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുവാണോ ചോദിച്ചോ തന്നേക്കാന്ന് പറഞ്ഞു. അല്ലേ? നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാര, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാരാണ്? എം.എ. യൂസുഫ് അലി സാഹിബ്. അല്ലേ? ഞാൻ ഇപ്പോ വിശുദ്ധമായ ഹജ്ജ് ഉംറയ്ക്ക് പോകുമ്പോ കഅബ കഴുകൽ ചടങ്ങ് നടക്കുന്നു. എനിക്കറിയാം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാവുമെന്ന്. നോക്കുമ്പോൾ കൃത്യമായി അദ്ദേഹവും സയ്യിദ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും വിശുദ്ധമായ കഅബ കഴുകുന്നതിന് വേണ്ടിയിട്ട് വരുന്നു. അൽഹംദുലില്ലാഹ്, കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, എം.എ. യൂസുഫ് അലി സാഹിബ് ഒരു ദിവസം പ്രസംഗിച്ചു. നമ്മുടേത് SKSF-ന്റെ പരിപാടിയാണ്. ആലിക്കുട്ടി ഉസ്താദ് ഇന്നലെ വരേണ്ടതാണ്. സുഖമില്ല, അല്ലാഹ് ശിഫ കൊടുക്കട്ടെ. എല്ലാ പണ്ഡിതന്മാരും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. തെക്കും വടക്കും ഒക്കെയുള്ള അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് അദ്ദേഹത്തിന്റെ സദസ്സിയിരുത്തിയിട്ട് യൂസുഫ് അലി സാഹിബ് സദസ്സിയിരുത്തിയിട്ടാണോ അല്ലാതെയോ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനും ഇരിക്കുന്ന മൊയ്തീൻകുട്ടി മുസ്ലിയാരും പണക്കാരാ, സമ്പന്നന്മാരാ, കോടീശ്വരന്മാരാ. എന്നിട്ട് യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, ഞാൻ ദുനിയാവിന്റെ കോടീശ്വരൻ, ഇരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് ആഖിറത്തിന്റെ കോടീശ്വരൻ. ഇസ്സത്ത് ഇസ്സത്ത്. അത്തിപ്പറ്റ ഉസ്താദ് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാത്ത ആരവിടെ? ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, അത്തിപ്പറ്റ ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ് എന്നൊരു മനുഷ്യരുണ്ടായിരുന്ന സമസ്തയുടെ മുൻ പ്രസിഡന്റ്, ഇപ്പൊ ഇരിക്കുന്ന ജിഫ്രി തങ്ങൾക്ക് മുമ്പ് കുമരംപുത്തൂർ AP ഉസ്താദ്, അദ്ദേഹത്തിന് മുമ്പിരുന്ന കോയക്കുട്ടി ഉസ്താദ് ആനക്കര. അദ്ദേഹം ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല. ഒരു ഉജാല മുക്കിയ ഒരു മുണ്ടും ഒരു നീളം കുപ്പായവും ഒരു പച്ച ഷോള് തോളത്തും ഒരു നീളം തലപ്പാവ് തലയിലും ഒരു കറുത്ത ബാഗ് കക്ഷത്തും ഒരു ചെറിയ വടിയും കുത്തി വരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യ സമസ്തയുടെ പ്രസിഡന്റ് അല്ലേ? അദ്ദേഹം പറയാണ്, എനിക്ക് നല്ലൊരു വീട്, അദ്ദേഹത്തിന്റെ വീടൊക്കെ പോയി ഒന്ന് കാണണം. അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു 2 നില ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏത് മുതലാളിയെ വെച്ചു കൊടുക്കാത്തത്? പക്ഷെ അവർക്കത് വേണ്ട. നമുക്ക് വസ്തു വേണ്ട, വീട് വെക്കേണ്ടെന്ന് ഒരിക്കൽ ഭാര്യ ചോദിച്ചപ്പോ ഞാൻ വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട്, വീട് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. നേരെ ഭാര്യയെ കൊണ്ടുപോയത് ഖബർസ്ഥാനിലേക്കാണ്. ആ കാണത്ത ഭാഗത്താ ഞാൻ വസ്തു വാങ്ങിയത്, വീട് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പണ്ഡിതന്മാർ. പണത്തിന്റെ പുറകെ എന്ന് പറഞ്ഞ് നടക്കുന്നത് പണ്ഡിതന്മാരൊന്നുമല്ല. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, ഉഖറവിയായ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പണം അവരുടെ പിന്നാലെ പോകും. ഇസ്സത്ത് അവിടെയാണ്. ഒരു പണ്ഡിതനോട് ഒരു രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണോ ചോദിച്ച തരാമെന്ന് പറഞ്ഞു. എന്ത് പണം വേണോ ചോദിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? ഷെടാ, ഇത് ഞാൻ എന്റെ ഖാലിക്കായ റബ്ബിനോട് പോലും ചോദിക്കുന്നില്ല ദുനിയാവ്, പിന്നെയല്ലേ മഖ്ലൂഖായ നിന്നോട്. പണം എന്റെ അല്ലാഹ്ടെ പോലെ ഞാൻ ചോദിച്ചിട്ടില്ല, പിന്നെയാണോ ഒരു സൃഷ്ടിയായ നിന്റെ അടുത്ത് ചോദിക്കാം. പോളാ നിന്റെ ജോലി നോക്കിയിട്ടെന്ന് പറഞ്ഞു. ഇസ്സത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക് ഇസ്സത്തുണ്ട്, അല്ലാഹു നമുക്ക് ഇസ്സത്ത് തരാമെന്ന് പറഞ്ഞു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹ് ഇസ്സത്തുള്ളവനാണ്, അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, അസീസാണ്, ഉന്നതനാണ്. അവനെ പരമേൽപ്പിച്ചോ, നമുക്ക് ഇസ്സത്ത് അല്ലാഹു തരും. പടച്ച തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി വിശദീകരിക്കാൻ സമയമില്ല. പ്രതീക്ഷയാണ്. അല്ലാഹു നമുക്ക് പ്രതീക്ഷ തരും. തവക്കുൽ റബ്ബിനെ ഏൽപ്പിച്ചപ്പോ യാക്കൂബ് നബി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്, മോൻ ചെറിയ പ്രായത്തിൽ മോനെ നഷ്ടപ്പെട്ടതാ. വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ മറ്റു മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോയി യൂസുഫിനെ ഒന്നുകൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വാപ്പാക്ക് ഇതുവരെ ഭ്രാന്ത് മാറിയില്ലെന്ന് മക്കളെ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോയി നോക്കി മക്കളെ, ലാ തയഅസു മിൻ റൗഹില്ല, റബ്ബ് തരുമെന്ന് നിങ്ങൾ പോയി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാ മോനെ കിട്ടിയത് അധികാരിയായിട്ട്. എന്താ കാര്യം? മോനെ നഷ്ടപ്പെട്ടപ്പോ യാക്കൂബ് നബി പറഞ്ഞൊരു വാക്കാണ്, ഇന്നമാ അശ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ ദുഃഖമല്ല ഞാൻ പടച്ചവനെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പിന്നീട് മടക്കി കൊടുത്തു. ചെറിയ കുഞ്ഞായിട്ടല്ല, ഈജിപ്തിന്റെ അധികാരിയായി. അതുകൊണ്ട് ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചോളി. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് തവക്കുലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.